മാറാകട്ടെ. പുതുവർഷത്തിൻ്റെ പ്രാരംഭ സഭാരാധനയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗം എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും ദയയ്ക്കും ഞാൻ രക്ഷകൻ്റെ പാദത്തിങ്കിൽ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ദേശത്തിലായിരിക്കുവാൻ സ്വർഗം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ എന്നോട് കാണിച്ച ദയയ്ക്ക് ഞാൻ ദൈവം മുൻപാകെ നന്ദി പറയുന്നു. വാത്സല്യ ദൈവസഭയും അഭിഷക്തനും കുടുംബവും എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ആദരവിനും ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ കടന്നു വന്ന സമയം തുടങ്ങി ഈ നിമിഷം വരെയും എനിക്ക് നൽകുന്ന എല്ലാ ആതിഥ്യങ്ങൾ, എനിക്ക് നൽകുന്ന എല്ലാ സംരക്ഷണങ്ങൾ ഞാൻ ഒത്തിരി കടപ്പെട്ടവനാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒത്തിരി വിനയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുൻപാകെ എൻ്റെ നന്ദി അറിയിക്കുന്നു. അഭിഷിക്തനും കുടുംബത്തിനും ദൈവസഭയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവസഭയിലെ ഓരോ ദൈവമക്കളും നിറഞ്ഞ സ്നേഹത്തോടെ എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ദിനത്തിൽ ഒരു വാക്യം വായിച്ച് അതിൻ്റെ പകുതി ഭാഗമാണ് ധ്യാനിച്ചത്. അതിലേക്ക് തന്നെ കടക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. ഒരു പ്രാർത്ഥനയോടുകൂടെ പൗലോസ് ആ ഭാഗം അവിടെ പൂർത്തീകരിക്കുകയാണ്. പ്രിയ പൈതലും യാത്രയിലായിരിക്കുന്നല്ലോ. ദൈവം പ്രിയ ബെറ്റ്സിയുടെ യാത്രയോടും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹകരമായിരിക്കുന്ന ഒരു യാത്രയും അനുഗ്രഹകരമായിരിക്കുന്ന ഒരു വർഷവും ദൈവം പൈതലിന് നൽകട്ടെ. വർഷിപ്പ് ലീഡ് ചെയ്ത അഭിഷേകത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഒരിക്കൽ കൂടെ ഓർക്കുന്നു. ഈ വർഷത്തിൻ്റെ ഫസ്റ്റ് സർവീസിൽ തന്നെ പ്രസാദച്ചാനോടൊപ്പമായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ വേദഭാഗത്തിലേക്ക് കടക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങളിൽ കൂടെ നാം സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ 4 ബന്ധങ്ങളെ കാണുവാൻ കഴിയും. 1-ാമത്തെ അധ്യായം പറയുന്നത് സൂപ്രമസി ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ പരമാധികാരത്തെയാണ് കാണുന്നത്. 2-ാമതായി നാം കാണുന്നത് സഫിഷ്യൻസി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ പര്യാപ്തനായിരിക്കുന്ന ക്രിസ്തു. 1-ാമത്തെ അധ്യായത്തിൽ പരമാധികാരിയായിരിക്കുന്ന ക്രിസ്തുവാണെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൽ പര്യാപ്തനായിരിക്കുന്ന ക്രിസ്തു, നമുക്ക് വേണ്ടുന്നതൊക്കെയും നൽകി തരുവാൻ സർവസമ്പന്നനായ പര്യാപ്തനായിരിക്കുന്ന ക്രിസ്തു. 3-ാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഇൻ ക്രൈസ്റ്റ്. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവനിലുണ്ടാകുന്ന രൂപാന്തരം, ക്രിസ്തുവിലുള്ള രൂപാന്തരം അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് ക്രൈസ്റ്റ്, ക്രിസ്തു നമ്മളിൽ വരുത്തുന്ന രൂപാന്തരത്തെ കാണുവാൻ കഴിയും. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനകത്തുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം എന്തായിരിക്കുമെന്ന്, മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയതയുടെ പ്രദർശനം എന്താണ്, ക്രിസ്തു മാർഗം ഒരു മനുഷ്യനെ എന്താക്കി തീർക്കുന്നു എന്നുള്ള ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ 4 ഭാഗങ്ങളാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനോഹരമായിരിക്കുന്ന കൊലോസ്യ ലേഖനം പൗലോസിൻ്റെ 4 കാരാഗ്രഹ ലേഖനങ്ങൾക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ലേഖനമാണ്. അപ്പോൾ തന്നെ പൗലോസ് തിമത്യോസിന് എഴുതിയ ലേഖനം കാരാഗ്രഹത്തിൽ നിന്നാണ് 2-ാം ലേഖനം എഴുതിയത്. പക്ഷേ അതിനെ കാരാഗ്രഹ ലേഖനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം അതൊരു ഇടയ ലേഖനം, ഒരു പാസ്റ്ററൽ ലേഖനമായി എപ്പൈസിലായിരിക്കുന്നത് കൊണ്ട് 4 ലേഖനങ്ങൾ, എഫെസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോൻ എഴുതിയ ലേഖനം, ഇങ്ങനെ 4 ലേഖനങ്ങളാണ്. എപ്പഫ്രാസ്, തിഹിക്കോസ്, ഒനേസിമോസ് എന്ന് പറയുന്ന ഈ 3 പേര് മുഖാന്തരമാണ് ഈ 4 ലേഖനങ്ങൾ കൊടുത്തുവിടുന്നത്. കൊലോസ്യ ലേഖനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നാം ശ്രദ്ധിച്ചാൽ, കൊലോസ്യ പട്ടണത്തിൻ്റെ സമീപ പട്ടണമായിരുന്നു ലവോദിക്കൻ പട്ടണം. ഈ ലവോദിക്കൻ പട്ടണത്തോടും കൂടെ ചേർത്ത് കൊടുക്കുന്നതായ ഒരു ലേഖനമായിരുന്നു കൊലോസ്യ ലേഖനം. അതുകൊണ്ടാണ് ഈ ലേഖനം വായിച്ചു തീരുന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഈ ലേഖനം ലവോദിക്കയിലുള്ളവരെ കൂടെ വായിച്ച് കേൾപ്പിക്കണം എന്ന് പറയുകയാണ്. ഈ കൊലോസ്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിലേക്കൊക്കെ വരുമ്പോൾ അവിടെ നിങ്ങൾ ഈ അധ്യായം നമ്മൾ പറഞ്ഞതാണ്, ഈ ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങൾ ഒരുമിച്ച് വായിക്കാം. എന്നാൽ സമയച്ചുരുക്കം കൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഓരോ വ്യക്തികളെ കാണുവാൻ കഴിയും. ഞാൻ 1-ാം അധ്യായത്തിൽ നിന്ന് സഭയുടെ ഗുണങ്ങൾ, ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ, പൗലോസിൻ്റെ ഗുണങ്ങൾ, ഇങ്ങനെ 3 ഭാഗങ്ങളെ ഞാൻ പറഞ്ഞു. അതുപോലെ
4-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം 4-ാം അധ്യായത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4-ാം അധ്യായം അവിടെ ചില വ്യക്തികളെ പരാമർശിക്കുന്നത് കാണുവാൻ കഴിയും. ആ ഓരോ വ്യക്തികളെയും നിങ്ങൾ എടുത്ത് ഓരോ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായി ജീവിതത്തിൽ ശുശ്രൂഷ തികയ്ക്കണം, ജാഗ്രതയായിരിക്കണം, അംഗീകരിക്കണം. ഇങ്ങനെ പല ഭാഗങ്ങൾ അതിനകത്ത് പറയുന്നതിൽ കൂടെ ഒരു ക്യാരക്ടർ സ്റ്റഡിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ മാനസിക രൂപാന്തരത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാനസിക രൂപാന്തരത്തെയാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിൻ്റെ 5 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ കൊലോസ്യ ലേഖനം ഇന്ന് 3-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കുമ്പോൾ അതിനെ 4ആയി തിരിച്ച് വായിക്കണം. ആദ്യത്തെ 4 വാക്യങ്ങൾ മാനസിക രൂപാന്തരമാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കണം, എന്ത് അന്വേഷിക്കണം, ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ, നമ്മുടെ ഹിഡൻ മൈൻഡാണ് പറയുന്നത്. എന്നാൽ 5 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അന്യോന്യം ഭോഷ്ക് പറയരുത്, കോപിക്കരുത്, ആ വിധമായ വിഷയങ്ങളൊക്കെ സാമൂഹിക ജീവിതത്തിലെ സോഷ്യൽ ലൈഫാണ് പറയുന്നത്. എന്നാൽ 12 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അത് സോഷ്യൽ ലൈഫല്ല, പേഴ്സണൽ ലൈഫല്ല, ചർച്ച് ലൈഫാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രിയരും മനസ്സരിവായുള്ളവരെ, നിങ്ങൾ അന്യോന്യം എന്തെങ്കിലും വഴക്കുണ്ടായാൽ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ സൂക്ഷിക്കപ്പെടണം. ഇത് സഭാജീവിതത്തെയാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ പാരഗ്രാഫ് തിരിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനിയും 18 തുടങ്ങി 25 വരെയുള്ള ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ എന്ന് വിളിച്ച്. അപ്പോൾ കൊലോസ്യ ലേഖനത്തിനകത്ത് പറയുന്ന 3-ാം അധ്യായത്തിൽ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ, അത് 4 മേഖലകളിലാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. 1 മൈൻഡിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം, 2 സോഷ്യൽ ലൈഫിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം, 3 ചർച്ച് ലൈഫിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം, 4 അവൻ്റെ ഫാമിലി ലൈഫിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. ഈ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്കും സഭയ്ക്കകത്ത് ഉൾപ്പെടാം. ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്കും സഭയ്ക്കകത്ത് വരാം. പക്ഷേ അത് പിന്നീട് സഭയ്ക്ക് തന്നെ എന്തായി തീരുമെന്നറിയാമോ? ഒരു ഭാരമായി തീരും. ട്രാൻസ്ഫോർമേഷൻ പണ്ട് കെ എബ്രഹാം പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. മുമ്പ് ഇവൻ പാസ്റ്ററെ അടിക്കുമായിരുന്നു, ഇപ്പോൾ അവൻ പാസ്റ്ററെ അടിക്കത്തില്ല. പകരം പാസ്റ്ററെ ആരെങ്കിലും അടിച്ചാൽ അവനെ അടിക്കും. നിൻ്റെ തൊഴിൽ മാറിയിട്ടില്ല, നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാറിയിട്ടേ ഉള്ളെന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട ഒരു ഭാഗമാണ്. അപ്പോൾ പലരും ഡിപ്പാർട്ട്മെൻറ്റ് മാറി സഭയ്ക്കകത്തിരിക്കുന്നവരുണ്ട്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് മാറി സഭയ്ക്കകത്തിരിക്കുന്നവരല്ല. ആമേൻ. പകരമോ നമ്മൾ രൂപാന്തരപ്പെട്ട് സഭയ്ക്കകത്ത് ഇരിക്കുന്നവരായിരിക്കണം. ദൈവസഭയിൽ നാം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളല്ല, നമ്മളുടെ സജഷൻസ് അല്ല. ചർച്ച് വിൽ നോട്ട് ഗോ അണ്ടർ അവർ സജഷൻ. സഭ നടത്തുന്നത്, സഭ പ്ലാൻ ചെയ്യുന്നത്, സഭ നടത്തുന്നത്, സഭയുടെ ഒരു അധ്യക്ഷനെ ദൈവമാക്കി വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴങ്കാലുകളിൽ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നൽകുന്ന ആലോചനയിലാണ് എന്ത് ചെയ്യുന്നത്? സഭ നടത്തപ്പെടുന്നത്. ഒരു സഭയിൽ എത്ര നേരം വർഷിപ്പ് ചെയ്യണം, എത്ര നേരം സാക്ഷിക്ക് കൊടുക്കണം, എത്ര നേരം പ്രസംഗിക്കണം, ഇതൊക്കെ സഭ നടത്തുന്ന ഒരു ഇടയൻ്റെ അകത്ത് ഉണ്ടാകുന്ന ദൈവിക ഭാരമാണ്. അത് വി കനോട്ട് സജസ്റ്റ്, പാസ്റ്റർ നിങ്ങൾ ഇന്ന് 10 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കുക, പാസ്റ്റർ ഇന്ന് 5 മിനിറ്റ് കുറച്ച് പ്രസംഗിക്കുക. വി കനോട്ട് സജസ്റ്റ് അത്. അപ്പോൾ രൂപാന്തരപ്പെടാത്തവൻ സഭയ്ക്കകത്ത് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെയും. സോ വി മസ്റ്റ് ബി ട്രാൻസ്ഫോംഡ് ഇൻ ദ ചർച്ച്. ഒരു മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഫോംഡ് ലൈഫ് ഇൻ സൊസൈറ്റി, ട്രാൻസ്ഫോംഡ് ലൈഫ് ഇൻ ചർച്ച് ആൻഡ് ട്രാൻസ്ഫോംഡ് ലൈഫ് ഇൻ ദ ഫാമിലി. ഈ 4 മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ, ഉണ്ടായിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ നിർബന്ധം മാറിയില്ലെങ്കിൽ, ആമേൻ, ഒരു മനുഷ്യൻ്റെ നിർബന്ധം മാറിയില്ലെങ്കിൽ അവൻ എവിടെ നിർബന്ധം കാണിക്കുമെന്നറിയാമോ? പിള്ളേരുടെ അടുക്കൽ നിർബന്ധം മാറാത്ത ഒരുത്തൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ അവൻ ആരുടെ അടുത്ത് നിർബന്ധം കാണിക്കും? പിള്ളേരുടെ അടുക്കൽ നിർബന്ധം കാണിക്കും. എന്നുള്ള എന്താ മുട്ട വലിച്ചടാ, പായിക്കടാ, പാടടാ, നീ ഇങ്ങനെ നിൽക്കടാ,
അതൊന്നും അവൻ്റെ എരിവല്ല. പകരം അതെന്താണെന്നറിയാമോ? അന്തർലീനമായി കിടക്കുന്നതായ ആ നിർബന്ധ ഷാഠ്യബുദ്ധിയാണ്. പകരം നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിനകത്താണ് വലിയ അന്തസത്തയിരിക്കുന്നത്. അപ്പോൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ ഭാഗങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര സുഖിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, നിങ്ങൾക്ക് രൂപാന്തരം വന്നിട്ടില്ല. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, രൂപാന്തരം വന്നിട്ടില്ല. സ്തോത്രം. ആമേൻ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഞാൻ അതിൽ നിന്ന് ആരംഭത്തിലെ ഭാഗം പറഞ്ഞു. നമ്മുടെ ആരാധന സന്തോഷത്തോടുകൂടെ ആയിരിക്കണം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ആരാധന സന്തോഷത്തോടുകൂടെ ആയിരിക്കണം. അടുത്തിരിക്കുന്നവർക്ക് ഒരിക്കൽ കൂടെ കരം കൊടുത്തിട്ട് പറഞ്ഞ്, ആരാധന സന്തോഷത്തോടുകൂടെ ആയിരിക്കണം. സന്തോഷത്തോടെ ആരാധിക്കണം. സ്തോത്രം. അവിടെ പറയുകയാണ്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ അവിടെ ചോദിക്കുക, അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ഒരു കിങ്ഡത്തിലേക്ക്, ഫ്രം എ പവർ ടു അതോറിറ്റി, അധികാരത്തിൽ നിന്ന് രാജ്യത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ പിശാചിൻ്റെ വലിപ്പവും ദൈവത്തിൻ്റെ വലിപ്പവും തമ്മിൽ താരതമ്യം ചെയ്യുന്ന പൗലോസ് പറയുകയാണ്, ഇരുട്ടിൻ്റെ അധികാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് ഇരുട്ടിൻ്റെ അധികാരങ്ങളെക്കുറിച്ചാണ്. ഇരുട്ടിൻ്റെ ഒന്നാമത്തെ അധികാരം, ഇരുട്ടിന് മനുഷ്യൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കുവാൻ കഴിയും. ഇരുട്ട് അസമാധാനത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടപ്പോൾ, ഉയരത്തിൽ നിന്ന് ഉദയം അവരെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കാലുകൾ എവിടെയായെന്നാണ് എഴുതിയിരിക്കുന്നത്? അവരുടെ കാലുകൾ സമാധാന മാർഗത്തിൽ ആയി എന്നാണ് എഴുതിയിരിക്കുന്നത്. 2, ഇരുട്ട് എന്ന് പറയുന്നത് മരണവും അതിൻ്റെ ഭയവുമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ കർത്താവ് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കുമ്പോൾ, ജീവപര്യന്തം മരണഭീതിയായി ഇരുന്നവരെ വിടുവിക്കുമ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തെ തകർത്തു കളയുകയായിരുന്നു. അത് നാം കഴിഞ്ഞ ദിനത്തിൽ കണ്ടതാണ്. പ്രത്യേകിച്ച് ലാസറിൻ്റെ, നയിൻ്റെ ഒക്കെ വിഷയത്തിൽ നാം കണ്ടതാണ്. മൂന്നാമതായി ഇരുട്ടിൻ്റെ ഒരു പ്രത്യേകത നാം കാണുകയുണ്ടായി. പക ഒരു ഇരുട്ടാണ് എന്ന് നാം കാണുകയുണ്ടായി. പക ഇരുട്ടാണ് എന്നുള്ളത്. നാലാമത്തെ ഭാഗമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധി ഒരു ഇരുട്ടാണ്. എന്നാൽ ന്യായവിധിയുടെ ഇരുട്ടിലേക്ക് നാം കടക്കുമ്പോൾ അതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ചില സത്യങ്ങളിലേക്കാണ് നാം കടക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പോൾ ഒരു യൂണിവേഴ്സൽ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതാകുന്നു യൂണിവേഴ്സൽ ജഡ്ജ്മെൻ്റാണ് നമ്മൾ ഒന്നാമത് പഠിച്ചതായ ഭാഗം. യൂണിവേഴ്സൽ ജഡ്ജ്മെൻ്റ്. സ്തോത്രം. യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുകയാണ്. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ് കർത്താവിൻ്റെ ദിവസം എന്ന് പറയുകയാണ്. എന്നാൽ 2-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, മേഘവും കൂരിരുളും ഉള്ളൊരു ദിവസം, ഇരുട്ടും അന്ധകാരവും ഉള്ളൊരു ദിവസം. അപ്പം ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ഇരുട്ട്. ആമേൻ. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിൻ്റെ അകത്ത് ആയിരിക്കുന്ന പുതിയ സൃഷ്ടികൾ മാത്രം വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ മേൽ ഒരു ശിക്ഷാവിധി കിടപ്പില്ല, എൻ്റെ മേൽ ഒരു ശിക്ഷാവിധി കിടപ്പില്ല, എൻ്റെ മേൽ ഒരു ശിക്ഷാവിധി കിടപ്പില്ല. അമേൻ. ഇന്ന് പകൽക്കാലം അമേൻ, ഇരുട്ട് എന്ന് പറയുന്നത് ഒരു ശിക്ഷാവിധിയാണ്. അമേൻ, അമേൻ, അമേൻ. അതാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കൈയെഴുത്തിനെ മായ്ച്ചു എന്ന് പറയുകയാണ്. വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് എന്ന് പറയുകയാണ്. എന്താണ് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത്? വിരോധവും പ്രതികൂലവുമായ ആ കൈയെഴുത്തിലേക്ക് നാം കടന്നു വരുവാൻ നമ്മൾ ആ ഭാഗമൊന്ന് ഇംഗ്ലീഷിൽ ആ ഭാഗമൊന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഓർഡിനൻസ്. ഞാൻ ഒന്നാമത് ചോദിക്കുകയാണ്, ആരാണ് ഓർഡിനൻസ് എഴുതുന്നത്? ആമേൻ.
നിങ്ങൾ ആരെങ്കിലും ഓർഡിനൻസ് എഴുതാറുണ്ടോ? നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ഓർഡിനൻസ് എഴുതാറുണ്ടോ? കുടുംബക്കാർ ഓർഡിനൻസ് എഴുതാറുണ്ടോ? വീട്ടുകാർ ഓർഡിനൻസ് എഴുതാറുണ്ടോ? ഓർഡിനൻസ് എഴുതിയെങ്കിൽ ഓർഡിനൻസ് എവിടെ നിന്ന് പുറപ്പെടുന്നതാണ്? ഒരു അധികാരത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആമേൻ. ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഓർഡിനൻസ്. അപ്പോൾ അതിൻ്റെ പിമ്പിൽ എന്തുണ്ട്? ഒരു ഭരണകൂടമുണ്ട്. ആമേൻ. ഒരു ഭരണകൂടമുണ്ട്. ആമേൻ. ഒരു രാജ്യത്വമുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, ആമേൻ, എനിക്കും നിങ്ങൾക്കും വിരോധമായി അന്ധകാരത്തിൻ്റെ പൈശാചിക രാജ്യത്വങ്ങൾ എഴുതിയ, ഭരണകൂടങ്ങൾ എഴുതിയ, പൈശാചിക രാജ്യം എഴുതിയ, ഡാർക്ക് കിങ്ഡം എഴുതിയ, പൈശാചിക കിങ്ഡം എഴുതി വെച്ചിരിക്കുന്നതായ ഓർഡിനൻസ്. എന്നിട്ട് അതവിടെ പറയുകയാണ്, ആമേൻ, against us, contrary to us, against us, contrary to us. ഇന്ന് പകൽക്കാലം ദൈവജനം തിരിച്ചറിയണം, എനിക്കും നിങ്ങൾക്കുമെതിരായി പൈശാചിക ലോകം against us and contrary to us. നമ്മുടെ സമൃദ്ധി, നമ്മുടെ അനുഗ്രഹത്തിന്, നമ്മുടെ ഉയർച്ചയ്ക്ക്, നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ യൂണിറ്റിക്ക് കോൺട്രറിയായി എഴുതി വെച്ച പൈശാചിക ശക്തികളുടെ ഭരണകൂടങ്ങളുടെ കൈയെഴുത്തുകൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ആമേൻ. നിന്നെ അപമാനിക്കാൻ വേണ്ടി ചുവരേൽ ആരേലും എഴുതി വെച്ചത് മായിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. നിനക്കെതിരെ ഒരു ഊമക്കത്ത് എഴുതിയത് മായിച്ചെന്നല്ല പറഞ്ഞത്. അതിനപ്പുറം ഒരു രാജകീയ സഭയ്ക്കകത്തിരുന്ന് ദുഷ്ടമന്ത്രിസഭ, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനം, അവൻ്റെ കൂടാലോചനയ്ക്കകത്ത് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരു നിന്റെ വിശാലതയ്ക്കും വിസ്തൃതിക്കും ഉയർച്ചയ്ക്കും കോൺട്രറി ആയിട്ട് അവൻ എഴുതി വെച്ചതായ ഒരു ഓർഡിനൻസിനെ യേശു കാൽവറിയിൽ മായ്ച്ചു കളഞ്ഞുവെന്ന്. ഏതാണ്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക. ഇന്ന് ആമേൻ, ലോസ് മെക്കറ്റേരിയ, ആമേൻ, all the ordinance against and contrary to us. ഇന്ന് പകൽ ഒരു നിമിഷം കൃപയുള്ള ദൈവജനം, അഭിഷേകമുള്ള ദൈവജനം, അന്യഭാഷയുടെ അധികാരമുള്ള ദൈവജനം ആത്മാവിൽ ആരാധിച്ചു കയറുമ്പോൾ let it be nullified. All the ordinance, all the verdicts. വായ് തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, വായ് തുറന്ന് യേശുവിന്റെ രക്തത്തിൽ ജയമെടുത്ത് all the ordinance against and contrary to us. ഇന്ന് പകൽക്കാലം ദൈവിക അധികാരത്തിൽ അത് പൊളിയട്ടെ. all the ordinance that is against, that is contrary to us, in Jesus name, in Jesus name, in Jesus name, in Jesus name, in Jesus name. les malekatertenia pros mahatenia laboria prabartonia pramasmelkatertenia albakataria. ഇന്നലകളിൽ നിന്റെ പിതാക്കന്മാരുടെ അറിവുകേടുകൾക്കകത്ത്, ഇന്നലകളിൽ നിന്റെ പൂർവന്മാരുടെ അബദ്ധങ്ങൾക്കകത്ത് പിശാച് ക്ലെയിം ചെയ്തിട്ടിരിക്കുന്ന ഏതൊരു ട്രഡീഷണൽ കേഴ്സ് ഉണ്ടെങ്കിലോ, ഏതൊരു ഹെറിഡിറ്ററി ക്ലെയിം ഉണ്ടെങ്കിലോ, ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ സഭ ആരാധിച്ച് കയറുമ്പോൾ all the evil verdicts ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. Sarara hatenia pramonia pros lertheni abanagadaga syambrabajanam prabadurigadaga prabarthania praboshothiba hasatania gloria makabahakabaria rimana mahas lathonia rabolia praboshatoria prabasmarthenia lamdanam jarthania prabarthania prabashmalthenia. Holy Spirit. Amen. Amen. രണ്ടാം അധ്യായം. ആമേൻ. ഈ ഓർഡിനൻസ് ഞാൻ എങ്ങനെയാണ് ഈ ഓർഡിനൻസും ഈ റോമാലേഖനം 8-ാം അധ്യായത്തിലെ ശിക്ഷാവിധിയും കൂടെ എങ്ങനെയാണ് കണക്റ്റ് ആയതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണം. ഞാൻ ഇന്നലെ ഒരാളുടെ അടുക്കൽ സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, ആമേൻ, ദൈവം ഒരു മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, ദൈവം പറയുകയാണ് മനസ്സോടെ അല്ലല്ലോ, വചനം പറയുന്നു മനസ്സോടെ അല്ല അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റനിക് ക്ലെയിമിനകത്ത്, ആമേൻ, ദൈവത്തിന് അത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അത് ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവം നീതിമാനാണ്. അപ്പം ദൈവത്തിൻ്റെ നീതിയുടെ മുൻപാകെ ദൈവത്തിന് അത് ചെയ്യാതെ തരമില്ല. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും ദൈവ സങ്കടത്തോടെ അല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. പകരം നമ്മുടെ വിശുദ്ധീകരണത്തിന്, നമ്മുടെ പ്രോസസ്സിന് വേണ്ടി, ആമേൻ, പൊന്ന് തീയിൽ ഉരുക്കി എടുക്കുന്നത് പോലെ ദൈവം നമ്മളെ ചില കഷ്ടതകളിൽ കൂടി കടത്തി വിടുമ്പോൾ ദൈവത്തിന് അതിനകത്ത് സങ്കടമൊന്നുമില്ല. കാരണം ഇന്നത്തെ പ്രോസസ്സിനെക്കാട്ടിലും അതിൻ്റെ റിസൾട്ട്
റിസൾട്ടിനെയാണ് ദൈവം കാണുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. അപ്പോൾ ദൈവം മനസ്സോടെ അല്ലാതെ ദുഃഖിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണെന്നറിയാമോ? ആമേൻ. പിശാച് നമുക്കെതിരെ എഴുതിയ ഓർഡിനൻസുകളാണ്. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തയേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തെറ്റും ചെയ്യാം. അങ്ങനെയാണോ? അല്ലല്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ആ വാക്യം തന്നെ ഒന്നും കൂടെ എടുക്കാമോ? ഒന്നും കൂടെ ആ വാക്യം എടുക്കാമോ? അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. ഹൂ വാക്ക് നോട്ട് ആഫ്റ്റർ ദ ഫ്ലഷ് ബട്ട് ആഫ്റ്റർ ദ സ്പിരിറ്റ്. അടുത്ത ഭാഗം കൂടെ ഒന്ന് എടുക്കാമോ? അടുത്ത ഭാഗം. ആമേൻ. അവിടെ എഴുതിയിരിക്കുകയാണ്, മെയ്ഡ് മീ ഫ്രീ ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. അപ്പോൾ ഇവിടെ ഏത് ലോയാണ് ഭരിക്കുന്നത്? ആമേൻ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു നിയമവ്യവസ്ഥയാണ് എവിടെ വ്യാപരിക്കുന്നത്? സ്തോത്രം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമവ്യവസ്ഥയാണ് എവിടെ വ്യാപരിക്കുന്നത്? ഈ രാജ്യത്ത് വ്യാപരിക്കുന്നത്. ആ രാജ്യത്തിലേക്ക് വന്ന് ആ രാജ്യത്തെ തകർത്തു കളഞ്ഞിട്ട് യേശു ക്രിസ്തു അവിടേക്ക് ഭരണാധികാരിയായി വരികയാണ്. ഞാൻ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരിക്കുമ്പോൾ അവിടുത്തെ പെൺകുട്ടികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു? പഠിക്കാൻ പോകാൻ കഴിയത്തില്ല, വീടിന് വെളിയിൽ ഇറങ്ങാൻ കഴിയാത്തതായ ആമേൻ ഒരു ഭരണ വ്യവസ്ഥയായിരുന്നു. എന്നാൽ താലിബാൻ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് ജനാധിപത്യത്തിലുള്ള ഒരു ഭരണകൂടം അവിടെ നിയമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ തടവറയിൽ കിടന്നവരെ മുഴുവനും എന്ത് ചെയ്തു? വെളിയിൽ കൊണ്ടുവന്നോ? ആമേൻ. അവർക്കാർക്കും ഇപ്പോൾ എന്തോ ഇല്ല, ശിക്ഷാവിധിയില്ല. പക്ഷെ താലിബാൻ സൈനികരെ മുഴുവനും ആമേൻ പുതിയ ഭരണകൂടം എന്തോ ചെയ്തു? ശിക്ഷാവിധിയിലേക്ക് ആമേൻ അവരെ പിടിച്ച് ജയിലിലേക്ക് ഇടുകയും അവരെ കൊന്നുകളയുകയും അവരെ തുറങ്കലടക്കി ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പോൾ പുതിയ ഭരണകൂടത്തോട് അലൈൻ ചെയ്തവർക്ക് മുഴുവനും അവരുടെ മേൽ കിടന്നതായ താലിബാന്റെ ശിക്ഷാവിധിയിൽ നിന്ന് അവരെന്ത് ചെയ്യപ്പെട്ടു? റിലീസായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ, നമ്മൾ ഒരു കിങ്ഡം, ഒരു റൂളർഷിപ്പിൽ നിന്ന് നമ്മൾ വേറെ ഒരു റൂളർഷിപ്പിലേക്ക് വരികയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വിരോധവും പ്രതികൂലവുമായി എഴുതിയ ഒരു ഓർഡിനൻസിൽ നിന്ന് നീ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്താലേ കഴിയത്തുള്ളെന്നറിയാമോ? സ്തോത്രം. അവിടെ നിന്ന് രക്ഷപ്പെട്ടാലേ കഴിയത്തുള്ളൂ. ആമേൻ. നമ്മൾ പലപ്പോഴും കാണത്തില്ലേ, പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി നടന്നു കഴിഞ്ഞാൽ ഉടനെ സ്തോത്രം അവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആമേൻ അവിടെ നിന്ന് അവിടുത്തെ ഓർഡിനൻസിനെ മറികടക്കാൻ കഴിയുമോ? ഇല്ല. പാകിസ്ഥാനിൽ നിന്ന് അവർ ദുബായിക്ക് ചാടും. ഇനിയും നമ്മുടെ ഈ പാർക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്, ഒരു ഭരണകൂടം മാറി വേറൊരു ഭരണകൂടം വരും. അപ്പോൾ ആ ഓർഡിനൻസിനകത്തുനിന്ന് രക്ഷപ്പെടാൻ അവർ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് രായ്ക്ക് രാമാനം ഫ്ലൈറ്റ് കയറി യൂറോപ്പിലോ US-ലോ പോകുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഖത്തർ ഗവൺമെൻറ്റിനോ UAE ഗവൺമെൻറ്റിനോ ഇറാഖ് ഗവൺമെൻറ്റിനോ കുവൈറ്റ് ഗവൺമെൻറ്റിനോ അവരെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? തൊടാൻ കഴിയുന്നില്ല. അപ്പോൾ എനിക്കും നിങ്ങൾക്കും എതിരായിരിക്കുന്ന ആമേൻ സൈറ്റനിക് ഓർഡിനൻസിൽ നിന്ന് നമ്മൾ ഫ്രീ ആകണമെങ്കിൽ നമ്മൾ എവിടെ വന്നാലേ കഴിയത്തുള്ളൂ? ആമേൻ. ക്രൈസ്റ്റ് കിങ്ഡത്തിനകത്ത്, ദൈവരാജ്യത്തിനകത്ത്. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഞാൻ പൈശാചിക രാജ്യത്വത്തിനകത്തല്ല, ഞാൻ ദൈവത്തിൻ്റെ രാജ്യത്തിനകത്താണ്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ആമേൻ പുത്രന്റെ രാജ്യത്വത്തിലേക്കായി. അപ്പോൾ എനിക്കെതിരെ എഴുതി വെച്ച സകല ഓർഡിനൻസും ക്യാൻസലായി. ആമേൻ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നാണ് തോന്നുന്നത്, ഇന്ത്യയിൽ കാലുകുത്തിയാൽ വിജയ് മല്യയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ രാജ്യത്തു നിന്ന് താൻ ഫ്ലൈറ്റ് കയറി UK-യിൽ ഇറങ്ങി നിന്നോ. ഇന്ന് അദ്ദേഹം നല്ല രാജകീയമായി ജീവിക്കുക. ഇന്ത്യൻ പോലീസിന് അവിടെ പോയി അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? കഴിയുകയില്ല. ഇന്ത്യയിൽ അദ്ദേഹത്തിന് എതിരായി എഴുതിയിട്ട ഏതെങ്കിലും ഒരു ഓർഡിനൻസിന് അദ്ദേഹത്തിൻ്റെ രോമത്തെ തൊടാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ആമേൻ. നള്ളിഫൈഡ് ഓൾ ദ ഓർഡിനൻസ് അഗെയിൻസ്റ്റ് ഹിം. കാരണം അദ്ദേഹം ഇന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കീഴിലല്ല, അദ്ദേഹം ബ്രിട്ടീഷ് രാജ്യത്വത്തിന്റെ കീഴിലാണ്. ഇതാണ് ഒരു ദൈവ പൈതൽ പൈശാചിക രാജ്യത്വത്തിൽ നിന്ന് ദൈവരാജ്യത്വത്തിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ. പക്ഷേ വിജയ് മല്യയ്ക്ക് ഒരു വലിയ ത്രെട്ടുണ്ട്. എന്താണെന്നറിയാമോ? എന്നെങ്കിലും പുള്ളിയുടെ എന്തെങ്കിലും സാധനം ഇവിടെ കിടക്കുന്നെന്നും പറഞ്ഞ് പുള്ളി ഒരു ഇമോഷണൽ ആമേൻ ഒരു ബ്രെയിൻ ഇതിനകത്ത് പുള്ളി
ഫ്ലൈറ്റ് കയറി ആമേൻ സ്തോത്രം ഈ ഇന്ത്യയിൽ കാലുകുത്തിയാൽ അത്രയും നേരം നള്ളിഫൈഡായി കിടന്ന ആ സകല ഓർഡിനൻസുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ആക്റ്റീവ് ആകാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവരാജ്യത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ തിരിഞ്ഞ് പൈശാചിക രാജ്യത്തിലേക്ക് കാലുകുത്തിയാൽ എത്ര കേഴ്സസ് നള്ളിഫൈ ആയോ, എത്ര ഡിമോണിക് ആക്ടിവിറ്റീസ് അവൻ്റെ മേൽ നള്ളിഫൈ ആയോ, അത് മുഴുവനും തിരികെ ആക്റ്റീവ് ആവുകയാണ്. ഈ 2026 പ്രവേശിക്കുന്ന ഓരോ അഭിഷക്ത കുടുംബത്തോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വിട്ടുപോരുന്നതിനെ ഓർക്കരുത്. നിങ്ങൾ വിട്ടുപോരുന്നതിനെ ഓർക്കരുത്. Do not leave back to the lost territory. നിന്റെ നഷ്ടപ്പെട്ട ആ ടെറിട്ടറിയിലേക്ക് നിന്നെ പിശാച് ഹുക്കിടാൻ സാധ്യതയുള്ള ആ പൈശാചിക അധികാരത്തിലേക്ക് നീ തിരികെ നടക്കരുത്. നിനക്കിനി ശിക്ഷാവിധിയില്ല. കാരണം യു ആർ ഇൻ ദ ക്രിസ്ത്യൻഡം കിങ്ഡം. ഇന്ന് രാത്രി, ഇന്ന് പകൽ നീ ആയിരിക്കുന്നത് ദൈവ രാജ്യത്തിൽ, ക്രിസ്തു രാജ്യത്തിലായിരിക്കുന്നത് കൊണ്ടാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച നമ്മുടെ പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ 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 I am in the kingdom of God. I am in the kingdom of Christ. ഞാൻ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാണ്. 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 സ്തോത്രം. 2 മാസങ്ങൾക്ക് മുമ്പ് വിജയ് മല്യ ഒരു അഭിമുഖം കൊടുത്തു. ഒരു ഇന്ത്യക്കാരന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അഭിമുഖം കൊടുത്തു. അദ്ദേഹത്തിന് പറയാവുന്നത് മുഴുവനും അദ്ദേഹം പറഞ്ഞു. സങ്കടങ്ങളും അവസ്ഥകളും ചരിത്രങ്ങളും മുഴുവനും പറഞ്ഞു. ഇന്ത്യക്കാരെല്ലാതിരുന്ന് കണ്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വരെ കണ്ടു കാണും. പക്ഷേ ഒരു വാക്ക് അവരാരും തിരിച്ചു പറഞ്ഞില്ല. ഒരു വാക്ക് തിരിച്ചു പറഞ്ഞില്ല. ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും തിരിച്ചിട്ടില്ല കേട്ടോ. ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും തിരിച്ചിട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? ഹി ബിലോങ്സ് ടു അനദർ കിങ്ഡം. ഹി ബിലോങ്സ് ടു അനദർ കിങ്ഡം. ഞാൻ വിജയ് മല്യനെ ന്യായീകരിക്കുകയല്ല. കാര്യം മനസ്സിലാകാൻ തക്കവണ്ണം ഞാൻ ദൈവമക്കളോട് പറയുകയാണ്. സ്തോത്രം. ഇന്ന് അമേൻ, നമ്മുടെ മേൽ കിടക്കുന്ന ഇരുട്ടിൻ്റെ അധികാരം മാറുന്നത് കണ്ടോ? ഇനിയും ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അപ്പോൾ ന്യായവിധി എന്ന ഇരുട്ടിനകത്തു നിന്ന് ക്രിസ്തു രാജ്യത്തിലേക്ക് നാം വരുമ്പോൾ എന്ത് ചെയ്യുകയാകുന്നു? അമേൻ, പൈശാചിക നിയമവ്യവസ്ഥയ്ക്കകത്ത് നമുക്കെതിരെ എഴുതിയിട്ട അത്ര ഓർഡിനൻസുകളും ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്, നള്ളിഫൈ ചെയ്യപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തെ ന്യായവിധി യൂണിവേഴ്സൽ ജഡ്ജ്മെൻ്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ ന്യായവിധി നാം കണ്ടത്, സ്തോത്രം, അത് ഫറവോൻ്റെ ന്യായവിധിയാണ്. ഫറവോൻ്റെ മേൽ വീണ ന്യായവിധിയാണ്. വിശുദ്ധ ബൈബിളിൽ നാം പഠിക്കുമ്പോൾ പ്രധാനമായി 25ഓളം ന്യായവിധികളെ നമുക്ക് കാണുവാൻ കഴിയും. ആദത്തിൻ്റെ ഏദേന്യ ന്യായവിധി തുടങ്ങി അന്ത്യ ന്യായവിധി വരെ നാം പഠിച്ചാൽ ഏതാണ്ട് 20 ന്യായവിധികളെ നമുക്ക് 20-25 ന്യായവിധികളെ കാണുവാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും കടക്കുകയല്ല. സ്തോത്രം. എന്നാൽ പ്രധാനമായി 4 ഭാഗങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ഒന്ന്, മിസ്രൈമിലെ ന്യായവിധി. ആ മിസ്രൈമിലെ ന്യായവിധി നമ്മൾ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്നാണ് കണ്ടത്. 10-ാം അധ്യായത്തിലെ ഇരുട്ടിൻ്റെ 2 പ്രത്യേകതകൾ പറഞ്ഞു. 10-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ. അതിൽ 21-ഉം 23-ഉം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ യഹോവ മോശയോട്, മിസ്രൈം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് പറഞ്ഞു. സ്പർശിക്കത്തക്കതായ ഫീൽ ചെയ്യുന്ന, സെൻസ് ചെയ്യുന്നതായ ഒരു ഇരുട്ട്. എന്നിട്ട് അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആ ഇരുട്ട് വ്യാപരിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഒരുത്തനെ കണ്ടില്ല. ഞാനത് സാവകാശം പറയാം. രണ്ടാമതായി പറയുകയാണ്, ഒരുത്തൻ തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. അപ്പോൾ ഡാർക്ക്നെസ് ബീങ് സ്റ്റാഗ്നൻസി, ഇരുട്ട് എന്ത് വരുത്തുകയാണ്? ഇരുന്നിടത്തിരുത്തിക്കളയും. 10 വർഷം ഒരേ ബെഞ്ചിലിരിക്കുക, 20 വർഷം ഒരേ അവസ്ഥയിലിരിക്കുക. എന്നാൽ ഇരുട്ടിൻ്റെ അധികാരത്തെ പൊട്ടിച്ചു കഴിയുമ്പോൾ നീ മുന്നേറാൻ തുടങ്ങും.
കഴിഞ്ഞ രാത്രി നമ്മളത് ധ്യാനിച്ചതാണ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. അടുത്ത ഈ ഇരുട്ടിൻ്റെ പ്രത്യേകത എന്തെന്ന് നാം ശ്രദ്ധിച്ചാൽ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് ഞാൻ ആ വാക്യം ഒന്ന് കാണിച്ചിട്ട് ഇങ്ങ് മടങ്ങി വരികയാണ്. വെളിപ്പാട് പുസ്തകം 16:10 അവിടെ പറയുകയാണ്, കലശം രാജ്യത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അമേൻ അമേൻ. അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി എന്ന് പറയുകയാണ്. അവൻ്റെ രാജ്യം ഇരുട്ടിലേക്ക് വീണുപോയി. 5-ാമത്തെ ദൂതൻ തൻ്റെ കലശം അമേൻ സിംഹാസനത്തിൽ, മൃഗത്തിൻ്റെ സിംഹാസനത്തിൽ ഒഴിച്ചപ്പോൾ, സ്തോത്രം, അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇതിനകത്തുനിന്ന് പൈശാചിക ഇത് സാത്താൻ്റെ രാജ്യത്തിനുമെതിരെ ഉള്ളതായിട്ടുള്ള ഒരു ന്യായവിധിയാണ്. പക്ഷെ ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം എടുക്കുവാനാണ് വരുന്നത്. അമേൻ. 5-ാമത്തവൻ തൻ്റെ കലശം എവിടെയാണോ ഒഴിച്ചത്? അമേൻ. 5-ാമത്തവൻ തൻ്റെ കലശം എവിടെയാണോ ഒഴിച്ചത്? ഒരു രാജ്യത്തിലാണോ ഒഴിച്ചത്? അല്ല, പിന്നെ എവിടെയാണ് ഒഴിച്ചത്? ആ രാജ്യം ഭരിക്കുന്ന മൃഗത്തിൻ്റെ സിംഹാസനത്തിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുകയാണ്, സീറ്റ് ഓഫ് ദ ബീസ്റ്റ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അലിഗോറിക്കൽ നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ബീസ്റ്റിൻ്റെ സീറ്റിൽ ന്യായവിധി വീണ് കഴിഞ്ഞപ്പോൾ ബീസ്റ്റിൻ്റെ കിങ്ഡം മുഴുവനും എന്തായി തീർന്നു? ഡാർക്കായി തീർന്നു. അപ്പോൾ ഒരു രാജ്യം മുഴുവനും ഇരുട്ടാകണമെങ്കിൽ ആരുടെ ഇരിപ്പിടത്തിൽ വീണാൽ മതി? അതിൻ്റെ യജമാനൻ്റെ, അതിൻ്റെ അധികാരിയുടെ മേലൊരു ന്യായവിധി വന്നാൽ മതി. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്തത് ചോദിക്കാം, സ്തോത്രം, ഒരു കുടുംബം മുഴുവനും ഇരുട്ടിലാകണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ നായകൻ്റെ സീറ്റിനകത്ത് ന്യായവിധി വീണാൽ മതി. ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന ഓരോ സഹോദരന്മാരുടെ അടുക്കലും, ഓരോ പിതാക്കന്മാരുടെ അടുക്കലും, ഓരോ കുടുംബനാഥന്മാരുടെ അടുക്കലും വളരെ ശക്തമായി ഞാൻ പറയുകയാണ്, ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെ ഭയത്തോടുകൂടി പറയുകയാണ്, എൻ്റെ ഇരിപ്പിടത്തിൽ കലശം വീണാൽ എൻ്റെ സഭയാണ് അത് ബാധിക്കുന്നത്. അതുപോലെ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങളുടെ മേലൊരു കലശം വീണാൽ, നിങ്ങളുടെ മേലൊരു ശിക്ഷ വീണാൽ അത് നിങ്ങളെ ബാധിക്കുമെന്നല്ല കരുതേണ്ടത്, അത് നിങ്ങളുടെ മുഴുവൻ കുടുംബത്തെ ബാധിക്കണം. ആകയാൽ ആമേൻ, വിവാഹം കഴിച്ച് കുടുംബജീവിതം ചെയ്യുന്ന ഓരോ സഹോദരന്മാർ, പിതാക്കന്മാരോട് പറയുകയാണ്, കുഞ്ഞുകളിയല്ല ജീവിതം. ന്യായവിധിയുടെ ഇരുട്ടിനെ നമ്മൾ ക്ഷണിക്കരുത്. നമ്മൾ ഇരുട്ടിനെ സ്നേഹിച്ചാൽ, നമ്മൾ ഒരു ന്യായവിധി വിളിച്ചു വരുത്തിയാൽ അത് നമ്മുടെ തലമുറകളെ മുഴുവനും ആ ഡാർക്ക്നെസ്സിലേക്ക് കൊണ്ടുപോകാം. നോ, സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. ആമേൻ. സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അപ്പൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, അപ്പൻ സ്നാനപ്പെടേണ്ടിടത്ത് സ്നാനപ്പെട്ടില്ലെങ്കിൽ, അപ്പൻ വേർപെടേണ്ടിടത്ത് വേർപെട്ടില്ലെങ്കിൽ, അപ്പൻ ആരാധിക്കേണ്ടിടത്ത് ആരാധിച്ചില്ലെങ്കിൽ അലയുന്നത് ആരായിരിക്കുമെന്നറിയാമോ? അപ്പന് മാനവും മഹത്വവും തൊപ്പിയും കിരീടവും ഒക്കെ കാണും, പക്ഷെ കിടന്ന് അലയുന്നത് ആരായിരിക്കുമെന്നറിയാമോ? തലമുറകളായിരിക്കും. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരുന്ന് ആമേൻ ഒരു തീരുമാനമെടുത്തോണം. എൻ്റെ കിരീടം ഇരിക്കേണ്ടതിന്, എൻ്റെ തൊപ്പി ഇരിക്കേണ്ടതിന്, എൻ്റെ സ്ഥാനവും മാനവും ഇരിക്കേണ്ടതിന് ദൈവകൃപയില്ലാത്ത, ദൈവനിയോഗമില്ലാത്ത, ദൈവ പദ്ധതിക്കകത്തല്ലാത്ത ഒരു കുന്ത്രാണ്ടോ എനിക്ക് വേണ്ടെന്നേ. കാരണം എൻ്റെ സീറ്റിൽ കലശം വീണാൽ, എൻ്റെ ഇരിപ്പിടത്തിൽ കലശം വീണാൽ എൻ്റെ രാജ്യം ഇരുണ്ടുപോകാം. ഇന്ന് പകൽ ഞാൻ അതൊരു വാണിംഗായി, അതൊരു എക്സോർട്ടേഷനായി ദൈവസഭയോട് പറയുകയാണ്. ലമോറിയ പ്രഭാസ് മർത്തേനിയംബാല ഹട്ടാന ഹസിയാര ഗതാരിയ റാർഥമാനിയ കൽമഹസതരാദിയ. ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയാമോ? 1 കോടി രൂപയല്ല, ആമേൻ, 10 കോടി രൂപയല്ല, പകരം ആമേൻ വിദ്യാഭ്യാസമല്ല, അതിനെക്കാട്ടിൽ എല്ലാറ്റിലും ഉപരി നിങ്ങളുടെ തലമുറകൾക്ക് കൊടുക്കാൻ കഴിയുന്ന എന്താണെന്നറിയാമോ? ഒരു ക്ലീൻ ലെഗസി, ഒരു സാങ്ക്ടിഫൈഡ് ലെഗസി, ഒരു പ്യൂരിഫൈഡ് ലെഗസി തലമുറകൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആമേൻ, അവർ സക്സസ്ഫുൾ ആയി തീർന്നു.
അവർ സക്സസ്ഫുൾ ആയി തീർന്നോ? ആമേൻ. എനിക്കൊരു മനുഷ്യനെ അറിയാം, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു വ്യക്തിയാണ്. ആമേൻ. 46-47 വയസ്സുള്ളപ്പോൾ ക്യാൻസർ വന്ന് താൻ അമേരിക്കയിൽ മരിക്കുകയാണ്. തൻ്റെ 2 കുഞ്ഞുങ്ങൾ, 2 ആൺപിള്ളേരാണ്. അവരെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാൻ എന്നുള്ള മലയാളം പാട്ട് പാടിപ്പിച്ചതിന് ശേഷം ഈ 2 കുഞ്ഞുങ്ങളെ അരികത്ത് വിളിച്ച് നിർത്തി. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളെ, അദ്ദേഹത്തിൻ്റെ പേര് സാബു എന്നാണ്, മക്കളുടെ പേര് ഷോണെന്നും ജോഷെന്നുമാണ്. മക്കളെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ആരോടും ഒരു ദോഷവും ചെയ്തിട്ടില്ല. നമ്മുടെ അപ്പച്ചനും ആരോടും ഒരു ദോഷവും ചെയ്തതായിട്ട് എനിക്ക് അറിയത്തില്ല. ജീവിതത്തിൽ എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ കഷ്ടതകൾ വന്നു, പക്ഷെ ഞാൻ ആരോടും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. അന്ന് വൈകിട്ട് ആ മനുഷ്യൻ മരിച്ചു. കടുത്ത ബോൺ ക്യാൻസറിൻ്റെ വേദനയ്ക്കകത്ത് കിടന്ന ആ മനുഷ്യൻ, ആമേൻ, അന്ന് രാത്രി മരിച്ചു. ആമേൻ. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, ആ അദ്ദേഹത്തിൻ്റെ മരണത്തിനനന്തരം ദൈവം ആ കുടുംബത്തെ അനാഥമാക്കിയില്ല. ആ കുഞ്ഞുങ്ങളെ ഞാൻ ചില നാളുകൾക്ക് മുമ്പ് കാണുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട്, മാനിക്കപ്പെട്ട്, സുന്ദരമായിട്ട്, ആമേൻ, ആ ആൻറ്റിയുടെ ഇടത്തും വലത്തും ഈ 2 കുഞ്ഞുങ്ങളിൽ നിന്ന് കൊച്ചുമകനുമായിട്ട് ആൻറ്റി ഇങ്ങനെ നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ കാതുകളിൽ അലയടിച്ചു കൊണ്ടിരുന്നത് മരണത്തിൻ്റെ 8 മണിക്കൂറുകൾക്ക് മുമ്പ് ആ അപ്പൻ മക്കളോട് പറഞ്ഞ വാക്കാ, മോനെ, ഞാൻ ആരോടും ഒരു ദോഷവും ചെയ്തിട്ടില്ല, നമ്മുടെ അപ്പച്ചനും ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, നിങ്ങൾക്കൊരു ദോഷവും വരത്തില്ലെന്ന്. ഇന്ന് പകൽ ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ തലമുറകൾക്ക് ഏറ്റവും ബൃഹത്തായി നമുക്ക് നൽകാൻ കഴിയുന്നത് ഒരു ഡിവൈൻ ലെഗസി കൈമാറുക എന്നുള്ളതാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളോട് എനിക്കുള്ള ഏറ്റവും വലിയ നന്ദി, എൻ്റെ പിതാവ് കുട്ടിക്കാലത്ത് പറയുന്നത് കേട്ടിട്ടുള്ളപ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ല. ആമേൻ. ഏറ്റവും വലിയ നന്ദി ഒന്ന് മാത്രമാണ്, ഈ നല്ലവനായ കർത്താവിനെ അവർ കാണിച്ചു തന്നോ, ഈ നല്ല ദൈവത്തെ അവർ കാണിച്ചു തന്നോ, ഈ നല്ല പുസ്തകത്തെ വായിക്കാൻ പഠിപ്പിച്ചോ, ഈ നല്ല മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ, അഭിഷക്തന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചോ, സഭയ്ക്കകത്ത് ഐക്യത പുലർത്താൻ പഠിപ്പിച്ചോ, ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചോ, ദൈവത്തെ ഭയപ്പെടാൻ പഠിപ്പിച്ചോ, കൂട്ടുവിശ്വാസിയെ ദുഃഖിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചോ, സഭാ നേതൃത്വത്തെ ദുഃഖിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചോ. നീ ഒരു നല്ല മനുഷ്യനായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാ, യേശുവിനെ കാണിച്ചു തന്നോ, യേശുവിനെ കാണിച്ചു തന്നോ, യേശുവിനെ കാണിച്ചു തന്നോ. ഇന്നൊരു പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, അവർക്ക് മാതൃകയായി ഇരിപ്പാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ, നീ ഒരു സക്സസ്ഫുൾ പേരൻ്റ് ആണ്. നീ ഒരു സക്സസ്ഫുൾ പേരൻ്റ് ആണ്. നീ ഒരു സക്സസ്ഫുൾ പേരൻ്റ് ആണ്. ഇന്ന് പകൽ ഞാൻ ഉറപ്പായി പറയാ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ കരുതി വെച്ച എല്ലാ നന്മകളെക്കാട്ടിലും ശ്രേഷ്ഠമായത് എന്താണെന്നറിയാമോ? നിന്റെ കുഞ്ഞുങ്ങളോട് നീ മുഴങ്കാലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. നീ യേശുവിനെ കാണിച്ചു കൊടുത്തതാ. നീ യേശുവിനെ കാണിച്ചു കൊടുത്തതാ. നീ അവർക്ക് വില്യം ബൂത്തിനെ കുറിച്ച് പഠിപ്പിച്ചില്ലെങ്കിലോ, നീ അവർക്ക് ഫസ്റ്റ് സെഞ്ചുറി മാർട്ടേഴ്സിനെ കുറിച്ച് പഠിപ്പിച്ചില്ലെങ്കിലോ, അമ്മേ, നീ അവർക്ക് റോമൻ കൊളോസ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിലോ, അമ്മേ, നീ അവർക്ക് വലിയ കോഡ്സുകളും വലിയ പുസ്തകങ്ങളും ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിലോ, നീ നിർമ്മലമായി യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നീയാണ് യഥാർത്ഥ ജയം കൊണ്ട അപ്പൻ. സ്തോത്രം. നീയാണ് യഥാർത്ഥ ജയം കൊണ്ട അപ്പൻ. ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്നൊരു തീരുമാനം പറഞ്ഞു കൊടുത്താട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമേൻ വലിയ ഗ്രീക്ക് സോക്രട്ടീസിനെയും പ്ലേറ്റോയെയും ഒന്നും കാണിച്ചു കൊടുക്കാനുള്ള കെപ്പ് എനിക്കില്ല, അതിനുള്ള പരിജ്ഞാനോ അറിവൊന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് ഒരുത്തനെ അറിയാമായിരുന്നു, അത് യേശുവിനെയാണ്. എനിക്ക് അവനെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ ഭാഗ്യം. ലാർത്ഥമന ഘടകസ്യം പ്രഭാർത്ഥാനിയ ലഗജരം പ്രഭാർത്ഥാനിയ ലാസ്മരി ഘടകസഭ പ്രവർത്താനിയ ലതാനിയ സന്ദരാദിയ. ഹോലി സ്പിരിറ്റ്, ഹോലി സ്പിരിറ്റ്, ഹോലി സ്പിരിറ്റ്, ഇന്ന് പകൽ പറഞ്ഞാട്ട് എനിക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ അറിയാം. അബാല ഹർത്തനമഹസത്തരാദിയ. നീ ഒത്തിരി പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലായിരിക്കാം,
നിനക്ക് മഹാരഥന്മാരെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരിക്കാം. നിനക്ക് മാർട്ടിൻ ലൂതറിനെ കുറിച്ചോ D.L. മൂഡിയെക്കുറിച്ചോ ജോൺ സ്പർജനെ കുറിച്ചോ ഒന്നും അറിയത്തില്ലായിരിക്കാം. നീ ഒരു മരപ്പൊട്ടനായിരിക്കാം. പക്ഷേ നിനക്കാകെ വായിച്ചിട്ടുള്ളത് ഈ പുസ്തകം മാത്രമാ. നിനക്കാകെ പരിചയമുള്ളത് യേശുവിനെ മാത്രമാ. നീ സക്സസ്ഫുൾ ഒരു ഫാദറാ ദൈവത്തിൻ്റെ പൈതലേ. നീ ആരെ അറിഞ്ഞില്ലെങ്കിലും ഒരാളെ അറിയണം, യേശുവിനെ അറിയണം, യേശുവിനെ അറിയണം, യേശുവിനെ അറിയണം. സ്തോത്രം. അതാണൊരു സക്സസ്ഫുൾ പേരൻറ്റിങ്. അപ്പം അവൻ്റെ സീറ്റിൽ ന്യായവിധി വീണപ്പോൾ ഇരുണ്ടതാരാ? അവനാണോ? അവൻ്റെ ടെറിട്ടറി, അവൻ്റെ രാജ്യം മുഴുവനും. ഒരുവൻ്റെ കണ്ണ് പ്രകാശിതമായാൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ഒരുവൻ പ്രകാശിതമായാൽ അവൻ്റെ കുടുംബം മുഴുവനും പ്രകാശിതമായിരിക്കും. ഇന്ന് പകൽ നമ്മുടെ അകത്തൊരു ഇരുട്ടിനും ഇടം കൊടുക്കരുത്. Let us be the light and our family shall shine. നമുക്ക് വെളിച്ചമായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രകാശിക്കും. നമുക്ക് വെളിച്ചമായിരിക്കാം, നമ്മുടെ തലമുറകൾ പ്രകാശിക്കും. നമുക്ക് വെളിച്ചമായിരിക്കാം, നമ്മുടെ കുടുംബങ്ങൾ പ്രകാശിക്കും. എൻ്റെ സഹോദരങ്ങളെ, അപ്പം ന്യായവിധി, ഒരു മനുഷ്യൻ്റെ മേൽ വരുന്ന ന്യായവിധി അവൻ്റെ ഫാമിലിയെ ബാധിക്കുന്നതാണ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. എന്താണ് ന്യായവിധി? ന്യായവിധിയുടെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. 6 മണി നേരമെന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ് 6 മണി നേരമെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ജൂയിഷ് കൾച്ചറിൽ, ജൂയിഷ് ക്ലോക്കിൽ അല്ലെങ്കിൽ എൻഷ്യൻ ക്ലോക്കിൽ 6 മണി നേരമെന്ന് പറഞ്ഞാൽ 6 മണിയൊന്നും അല്ല. 6th അവർ എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിലെ എല്ലാ കലണ്ടറുകളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ രാവിലെ 6 തുടങ്ങി വൈകിട്ട് 6 വരെയും, വൈകിട്ട് 6 തുടങ്ങി രാവിലെ 6 വരെയും 12+12 24 അവേഴ്സാണ് എടുക്കുന്നത്. ഇന്നത്തെ കൂട്ട് 1 to 24 അല്ല എടുക്കുന്നത്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി ആരംഭിക്കുന്നത്, അർദ്ധരാത്രിക്കല്ല ആ ദിവസം അവസാനിക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്നത്. ദിവസം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാമോ? രാവിലെ 6 മണിക്ക്, വൈകിട്ടും 6 മണിക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത് സന്ധ്യയായി, ഉഷസ്സായി, 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ 6 കഴിഞ്ഞു, 12 കഴിഞ്ഞു, പിന്നത്തെ 12 കഴിഞ്ഞു. അപ്പോൾ 6-ാം മണി എന്ന് പറഞ്ഞാൽ, സ്തോത്രം, രാവിലെ 6 മണിയിൽ നിന്ന് 6 അവേഴ്സ് പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും? 12 മണി. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി തുടങ്ങിയിട്ട് 9-ാം മണി എന്ന് പറഞ്ഞാൽ 3 വരെ, സ്തോത്രം, എന്ത് സംഭവിച്ചെന്നാണ് പറയുന്നത്? ഭയങ്കരമായിരിക്കുന്ന ഇരുട്ട് ഉണ്ടായെന്ന്. ഉച്ചയ്ക്ക് 12 മണി തുടങ്ങി ഉച്ചയ്ക്ക് 3 മണി വരെ ഏറ്റവും പ്രകാശിതമായിരിക്കുന്ന സമയമാണ് ഏത്? ഈ സമയം. പക്ഷേ ഈ സമയം എന്തായിപ്പോയി? ഡാർക്കായിപ്പോയി. ഞാനൊരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ യൗവനക്കാരോട് പറയുകയാണ്. ലൈഫിലെ ഏറ്റവും ഷൈൻ ചെയ്യേണ്ട ടൈമാണ് 12 മുതൽ 3 വരെ. പക്ഷേ ആ ടൈം ഡാർക്കായിപ്പോയി. എന്താ കാര്യമെന്നറിയാമോ? എന്താ കാര്യം? അതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് ആ അധ്യായത്തിൽ നമുക്കറിയാം. 46-ാം വാക്യത്തിലേക്കൊന്ന് വരാമോ? 46-ാം വാക്യം. അവിടെ പറയുകയാണ്, യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഞാൻ ഇങ്ങനെ പറയുകയാണ്, ആബ്സെൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ആബ്സെൻസ് ആയിരുന്നു എന്ത്? ഈ ഇരുട്ട്. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ യൗവനക്കാരോട് ഞാൻ പറയട്ടെ, മക്കളെ, നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും ഷൈനിങ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ടീൻ ടു നമ്മുടെ ഒരു 40s വരെയുള്ള സമയമാണ്. ആ സമയം ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, യേശു നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ 12 മണി തുടങ്ങി 3 മണി വരെ ഇരുട്ടായിരുന്നു. പിന്നെ ഇനി വെട്ടം വന്നിട്ട് എന്തോ സാധിക്കാനാ? നിന്റെ നല്ല കാലമെല്ലാം നീ ദൈവം ഇല്ലാതെ പോയിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വയസ്സാം കാലത്ത് മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എന്തോ പ്രയോജനം? ആയ കാലം എല്ലാം പോയില്ലയോ? കല്യാണം കഴിച്ച് ആദ്യത്തെ 20 വർഷം അടിയും വഴക്കും നടന്ന് 4 മൂലയ്ക്ക് പോയി താമസിച്ച 60 വയസ്സായപ്പോഴത്തേക്ക് റീകൺസൈലായി ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സ്നേഹിക്കുവാണെങ്കിൽ, ഒരുമിച്ച് ജീവിക്കുവാണെങ്കിൽ നല്ല കാലത്ത് ജീവിക്കണം. അതുപോലെ ഞാൻ പറയാം, ദൈവത്തെ വിളിക്കുവാണെങ്കിൽ നല്ല കാലത്ത് ദൈവത്തെ അന്വേഷിക്കണം.
നല്ല കാലത്ത് ദൈവത്തെ അന്വേഷിക്കണം. എൻ്റെ 12 മണി നേരത്ത് ഇരുട്ട് വരരുത്. കാരണം അവർ ആ സമയത്ത് യേശുവിനെ ക്രൂശിച്ചിരുന്നു. ജീസസ് യേശുവിനെ ക്രൂശിച്ചാൽ, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ അവൻ്റെ വെളിച്ചം അവൻ്റെ പ്രൈം ടൈമിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇരുട്ടായി പോകും. അതൊരു ന്യായവിധിയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ യൗവനക്കാരോട്, ആമേൻ, നല്ല പ്രകാശം വരേണ്ടിയ സമയങ്ങൾ ഇരുട്ടാക്കി കളയരുത്. നീ അനുഗ്രഹിക്കപ്പെടേണ്ടിയ സമയങ്ങൾ ലാപ്സാക്കി കളയരുത്. നീ ഉയർത്തപ്പെടേണ്ടിയ സമയങ്ങൾ ലാപ്സാക്കി കളയരുത്. നീ മാനിക്കപ്പെടേണ്ടിയ സമയങ്ങൾ ലാപ്സാക്കി കളയരുത്. നീ സ്ഥാനങ്ങൾ, നീ എത്തേണ്ട ഇടങ്ങളിൽ എത്തേണ്ട സമയത്ത് എത്തണം. നീ റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ട സമയങ്ങളിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം. നിനക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടണം. നിനക്ക് കിട്ടേണ്ട മാന്യതകൾ കിട്ടണം. നിനക്ക് കിട്ടേണ്ട ഉയർച്ചകൾ കിട്ടണം. നിനക്ക് കിട്ടേണ്ട നന്മകൾ കിട്ടണം. നിനക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കിട്ടണം. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറണം. ആമേൻ. ആ 12 മണി നേരത്ത് ഇരുട്ട് മേടിച്ച് വെക്കരുത്. ആ 12 മണി നേരത്ത് ഇരുട്ട് മേടിച്ച് വെക്കരുത്. ആമേൻ. എൻ്റെ ലൈഫിൻ്റെ നല്ല സമയം ഞാൻ യേശുവിൻ്റെ കൂടെ നിൽക്കും. എൻ്റെ ലൈഫിൻ്റെ നല്ല സമയത്ത് ഞാൻ യേശുവിനെ കൂടെ നിർത്തും. കർത്താവിൻ്റെ അഭിഷേകൻ സന്യങ്ങൾ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, 25 നമ്മളൊരു തീരുമാനമെടുത്തു, വി ഷാൽ വാക്ക് വിത്ത് ഹിം. ആകയാൽ 25 എൻഡിൽ നമ്മളൊരു ശബ്ദം തിരിച്ചു കേൾക്കുന്നു, ഹി ഷാൽ വാക്ക് വിത്ത് മീ. ഹോളി സ്പിരിറ്റ്, ആമേൻ. നീ നല്ല പ്രായത്തിൽ കർത്താവിൻ്റെ കൂടെ നടന്നാൽ, നിൻ്റെ ബലം ക്ഷയിക്കുമ്പോൾ, നിൻ്റെ കാലുകൾ ഇടറുമ്പോൾ, കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ആമേൻ. യേശുവിൻ്റെ അസാന്നിധ്യമാണ് ഇരുട്ട്. ദൈവസാന്നിധ്യത്തിൻ്റെ കുറവാണ് ഇരുട്ട്. സ്തോത്രം. ദൈവസാന്നിധ്യത്തിൻ്റെ കുറവാണ് ഇരുട്ട്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊരു വീട്ടിനകത്ത് കോടി വിലയുള്ള സാധനം മേടിച്ചു വെച്ചു. നിങ്ങളൊരു വീട്ടിനകത്ത് വലിയ ഫർണിഷിങ് ചെയ്തു. നിങ്ങൾ ആ വീട്ടിനകത്ത് നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു 10,000 രൂപയുടെ ആഹാരം മേടിച്ചു വെച്ചു. എല്ലാം ചെയ്തു. പക്ഷേ ആ വീട്ടിൽ ലൈറ്റ് ഇല്ലെങ്കിൽ, യെസ്, ഡിന്നർ ടൈമിൽ ലൈറ്റ് പോയാൽ എങ്ങനെയിരിക്കും? ആമേൻ. ഏതൊക്കെ സുഖങ്ങൾ, സന്തോഷങ്ങൾ, സൗഭാഗ്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും, എത്ര വലിയ എഡ്യൂക്കേഷൻ, ഡിഗ്രി, ഗ്രാജുവേഷൻ, റിസർച്ച് ചെയ്ത് PhD എടുത്ത് എന്തൊക്കെ സാധനം കയ്യിലുണ്ടെങ്കിലും, നിൻ്റെ മേളിൽ വിളക്കില്ല എങ്കിൽ, നിൻ്റെ മേളിൽ യേശു ഇല്ല എങ്കിൽ, നിൻ്റെ മേളിൽ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ, ഇന്ന് പകർന്നാട്ടെ, ഈ 2026 എനിക്ക് ഏറ്റവും വേണ്ടിയത് എന്തായിരിക്കണം? യേശുവിൻ്റെ സാന്നിധ്യം വേണം. എനിക്ക് യേശുവിൻ്റെ സാന്നിധ്യം വേണം. എനിക്ക് യേശുവിൻ്റെ സാന്നിധ്യം വേണം. എനിക്ക് യേശുവിൻ്റെ സാന്നിധ്യം. സ്തോത്രം, സ്തോത്രം. അടുത്ത അന്ധകാരത്തിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് വരികയാണ്. യൂദായുടെ ലേഖനം 6-ാം വാക്യം. യൂദായുടെ ലേഖനം 6-ാം വാക്യം ഞാനൊന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാം. യൂദായുടെ ലേഖനം 6-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം അന്ധകാരം എപ്പോഴും എന്തു ചെയ്യുമെന്നറിയാമോ? മുകളിലേക്ക് വരാതെ വണ്ണം ഇട്ടുകൊണ്ടേയിരിക്കും. അന്ധകാരം എവിടെയായിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പം ഇരുട്ട് ആരുടെ മേളിലെ അധികാരം പുലർത്തത്തുള്ളൂ? ആഴത്തിൽ കിടക്കുന്നവൻ്റെ മേളിൽ. ആമേൻ. അപ്പോൾ ഒരുത്തൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുവെന്ന് പറഞ്ഞാൽ ഡെലിവേർഡ് ഫ്രം ദ ഡെപ്ത്. ആമേൻ. അവൻ ആഴത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഞാൻ പറയട്ടെ, ആമേൻ, സാമ്പത്തിക മേഖലയുടെ ആഴത്തിൽ നീ തള്ളപ്പെട്ടാൽ നിന്നെ അതിനകത്ത് ഒതുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ഇരുട്ട് കൊണ്ട് നിന്നെ അവിടെ ഹോൾഡ് ചെയ്യും. നീ ഇരുട്ടിനെ ബ്രേക്ക് ചെയ്താൽ യു ഷാൽ കം ഔട്ട് ഓഫ് ദാറ്റ് പിറ്റ്. ആമേൻ. എപ്പോഴും കുഴിക്കകത്താണ് എന്തുള്ളത്? ഇരുട്ട് കിടക്കുന്നത്.
ആമേൻ. നീ ഒരു ആത്മീകമായി തകർന്ന് താഴെ കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിൻ്റെ മുകളിൽ ഒരു ഇരുട്ടുണ്ടായിരിക്കും. ആമേൻ. നിൻ്റെ ജീവിതം താഴെ കിടക്കുകയാണെങ്കിൽ ഇരുട്ടെപ്പോഴും സീറ്റ് ചെയ്യുന്നത് എവിടെയാകുന്നെന്നറിയാമോ? ആഴത്തിൻ്റെ തൊട്ടു മുകളിലാണ്. എവിടെ? ഇരുട്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം മനോഹരമായ ഒരു വാക്യം ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുവേൻ. തിങ്ക് ഹൈ, ഫിനാൻഷ്യലി, സ്പിരിച്വലി, മെറ്റീരിയലി, ജനറേഷനലി. എപ്പോഴും നിന്റെ ചിന്തകൾ എന്തായിരിക്കണമെന്നറിയാമോ? ഉന്നതമായിരിക്കുന്ന ഒരു ചിന്ത, ഒരു ഉന്നതമായിരിക്കുന്ന ചിന്ത. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഉന്നതമായി ചിന്തിക്കാൻ പറഞ്ഞേ, ഉന്നതമായി ചിന്തിക്കാൻ പറഞ്ഞേ. ഉന്നതമായി ചിന്തിക്കണം, ഉന്നതമായി ചിന്തിക്കണം. നമ്മുടെ ചിന്തകൾ എപ്പോഴും ഉന്നതമായിരിക്കണം. വീണ്ടും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ചിന്തിച്ചാൽ മാത്രം പോരാ, പകരം എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ചിന്തിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കയറുന്ന ആദ്യ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ നിലവുകളിലാണ് ദൈവം ഇടപെടുന്നത്. എന്നാൽ ഇന്ന് ഞാൻ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് വരുന്നു. ചിന്തകൾ നമ്മൾ എന്താക്കി തീർക്കണം? ആമേൻ. പ്രവർത്തികളാക്കി മാറ്റണം. ആമേൻ. ചിന്തകൾ, ചിലരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യൻ, എന്ത് കാര്യത്തിലും പുള്ളിക്ക് എന്താണെന്നറിയാമോ? ഭയങ്കര ഐഡിയ ആയിരിക്കും. എന്നാൽ ഇങ്ങനെ കണ്ട് ഇതുവരെ വല്ലോം നടന്നിട്ടുണ്ടോ? ഒരു കാര്യവും നടന്നിട്ടില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ആമേൻ, ജീവിതത്തിൽ ആമേൻ ചിന്തിക്കുന്നതിനെ പ്രവർത്തിക്കുന്നവനാക്കി തീർക്കണം. സ്തോത്രം. ഈ RSV എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, വളരെ മനോഹരമായ പാട്ടുകൾ എഴുതുന്ന. എൻ്റെ ദൈവത്താൽ നിശ്ചയം ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഈ പാട്ടുകളൊക്കെ എഴുതിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഭാഗമാണ്. അനേകർക്കും നോർത്ത് ഇന്ത്യൻ മിഷണറിമാരെ കുറിച്ച് ഒത്തിരി കുറ്റങ്ങളാണ്. നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ മിഷൻ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ടാണ് ശരിയാകാത്തത്. നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയാണ് മിഷൻ പ്രവർത്തനം ചെയ്യേണ്ടത്. നോർത്ത് ഇന്ത്യയിൽ ആ മിഷണറി ശരിയല്ല, ഈ മിഷൻ ലീഡർ ശരിയല്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് മിഷൻ ലീഡറെ ഇഷ്ടമല്ല എങ്കിൽ, നിങ്ങൾക്കൊരു മിഷൻ പ്രവർത്തനത്തെ ഇഷ്ടമല്ല എങ്കിൽ, നിങ്ങൾ ഒരിക്കലും അവരുമായിട്ട് അലൈൻ ചെയ്യരുത്. പകരം അവിടെ ഇഷ്ടംപോലെ വീടുകൾ വാടകയ്ക്ക് കൊടുക്കാൻ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കപ്പെടാത്തതുണ്ട്. അവിടെ പോയി ഒരു ചെറിയ വീടെടുക്കുക, അവിടെ പോയി ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. നീ തന്നെ ഒരു മിഷൻ വർക്ക് പയനീർ ചെയ്യ്. ലോകത്തേത് സഭയിൽ പോയാലും സഭയൊന്നും ശരിയല്ല. നീ സഭ ശരിയാക്കാൻ നടക്കാതെ, സഭയ്ക്കകത്ത് അഭിപ്രായം പറയാൻ നടക്കാതെ, നീ ഒരു സഭ അങ്ങ് പ്ലാൻ ചെയ്യ്. അന്നേരം അറിയാം അതിൻ്റെ വേദന, അന്നേരം അറിയാം അതിൻ്റെ ഗുണം. കമൻ്റ് അടിക്കുക. ഐഡിയ പറയാൻ എന്തൊരു ഈസിയാണെന്നറിയാമോ? ചിലർ കണ്ടിട്ടില്ലേ, മനുഷ്യൻ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് നൊന്ത് നീറി വിയർത്ത് കുളിച്ച് ആമേൻ പെരവാസ്തോലിയുടെ തലേന്ന്, വീട് പാലുകാച്ചിൻ്റെ തലേന്ന് കഷ്ടപ്പെട്ട് രാത്രി വെളുപ്പിനെ 4 മണി വരെ നിന്ന് മിറ്റവും വൃത്തിയാക്കി ഒരു പരുവത്തി പന്തലും ഇട്ട് രാവിലെ പാലുകാച്ചിന് നിൽക്കുമ്പോൾ ചില അച്ചായന്മാർ വന്നിട്ട് പറയും, നീ അതിൻ്റെ ഷെയ്ഡ് എന്താ അങ്ങനെ ചരിച്ചു വെച്ചേ? ഈ പറയുന്ന അച്ഛൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലണം ഷെയ്ഡിൻ്റെ ചരിവ് കാണണമെങ്കിൽ. അമേ. അപ്പോൾ നമ്മളുടെ ഇരുട്ടിനെ മാറ്റുന്നത് എവിടെയാണെന്നറിയാമോ? ചിന്തകളെ നമ്മൾ എന്താക്കി തീർക്കണം? പ്രവർത്തികളാക്കി മാറ്റണം. ഐഡിയാസിനെ പ്രാക്ടിക്കലാക്കി മാറ്റണം. അമേ. എനിക്കൊരു പയ്യനുണ്ട്. അമേ. അവൻ 15 വയസ്സേ ഉള്ളൂ, 15 വയസ്സ്. അമേ. അവൻ പറയുന്ന ഐഡിയാസ് കേട്ട് കഴിഞ്ഞാൽ അവൻ അവനെ തന്നെ കോർപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം അംബാനി ഇങ്ങനെയാണ് ചെയ്തത്, അദാനി ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഈ 2 പേരെ എനിക്കറിയത്തുള്ളൂ, ബാക്കി പേരെല്ലാം അങ്ങ് യൂറോപ്പിലെ അമേരിക്കയിലെയും ഭയങ്കര ബിസിനസ് മാഗ്നറ്റുകളുടെ പേരാണ് പറയുന്നത്. അവൻ പറയുന്ന പേരൊന്നും നമുക്കേ മനസ്സിലാവത്തില്ല. എല്ലാം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, മോനെ മാത്സിന് എത്ര മാർക്കുണ്ട്? That doesn't matter, Pastor Uncle. പുള്ളി പറയുന്നത് മുഴുവനും ഭയങ്കര ഉട്ടോപ്യൻ സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. മോനെ മാത്സിന് എത്ര മാർക്കുണ്ട്? അവൻ്റെ അമ്മാച്ചൻ റോയൽ എൻഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ പറയുകയാണ്, റോയൽ എൻഫീൽഡ് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി ശരിയല്ല. ഭയങ്കര ഇതാണ്. കുറേ ഇങ്ങനെ ഹൈപ്പ് കയറി വന്ന് നമുക്കിതൊന്നും മനസ്സിലാവത്തുമില്ല. ഏറ്റവും ലാസ്റ്റ് ഞാൻ ചോദിക്കും, മനുവേ മാത്സിന് എത്ര ഉണ്ടറാ? അത് കഴിയുമ്പോൾ അവൻ പറയും, പാസ്റ്റർ അങ്കിൾ നോക്കിക്കോ, ഞാനൊരു മില്യണയറാവും.
ഈ പപ്പയുടെ അടുക്ക പറ എനിക്കൊരു ഒരു CR തരാൻ പറ. ഈ പപ്പയുടെ അടുക്ക പറ ഒരു CR തരാൻ പറ. ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കാം പപ്പയ്ക്ക്. അദ്ദേഹത്തിന് ബുദ്ധിയില്ല, അദ്ദേഹത്തിന് ബുദ്ധിയില്ല. ആരെയാ പറയുന്നത് പറയാം? വണ്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന അപ്പനെയാ പറയുന്നത്. ഒരു CR തരാൻ പറ. അത് തരത്തില്ല, കാരണം അദ്ദേഹത്തിന് ബുദ്ധിയില്ല. ഇവൻ അപ്പൻ്റെ അടുക്ക ചോദിക്കുന്നത് 100 രൂപയുടെ സിൽക്കല്ല, ഒരു CR ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? ഐഡിയയ്ക്കകത്തല്ല, പകരം നമ്മുടെ ചിന്തകൾ പ്രവർത്തികളാകുമ്പോൾ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് വരട്ടെ, പ്രധാന ഭാഗത്തിലേക്ക് കയറുകയാണ്. സ്തോത്രം. അടുത്ത ഒരു ഇരുട്ടിനെ കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത പ്രധാന ഭാഗങ്ങളിലേക്ക് കയറുകയാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ആ ഭാഗം ഒന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഈ 11 തുടങ്ങി 13 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് പാപത്തിൻ്റെ ഇരുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. പാപം ഒരു ഇരുട്ടാണ് സഹോദരങ്ങളെ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നു. ഡു നോട്ട് ഗീവ് റൂം ഫോർ സിൻ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തെ മാറ്റിക്കളയുക. ആമേൻ. ഇരുട്ടിൻ്റെ പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ എന്ത് ചെയ്യണം? ശാസിക്കുക അത്രേ വേണ്ടത്. 12-ാം വാക്യം ഒന്ന് എടുക്കാമോ? ആമേൻ. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അടുത്ത വാക്യം കൂടെ ഒന്ന് എടുക്കാമോ? അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന്, പാപം ഇരുട്ടാണ്. 2, ഗൂഢമായി പാപം ചെയ്തിട്ട് അതിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് അതിനേക്കാൾ വലിയ ഇരുട്ടാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ കൺവിക്ഷൻ ഓഫ് സിൻ ഇല്ലാതിരിക്കുമ്പോൾ അത് ഇരുട്ടാണ്. എന്നാൽ അവൻ്റെ അകത്ത് സ്തോത്രം ആ ബോധം വരുമ്പോഴോ അത് വെളിച്ചം പോലെ തെളിവല്ലയോ. അപ്പോൾ ബോധം, എന്തിനെക്കുറിച്ച് ബോധമുണ്ടാകണം? ആമേൻ. കൺവിക്ഷൻ ഓഫ് സിൻ, പാപബോധമുണ്ടാകണം. ഒരുത്തൻ്റെ അകത്ത് പാപബോധം ഉണ്ടാകുമ്പോഴാണ് അവൻ എന്ത് സംഭവിക്കുന്നത്? വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത്. ഈ 2026 പ്രാരംഭത്തിങ്കിൽ നിൽക്കുമ്പോൾ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. ആമേൻ. ഞാനത് പറയണ്ടായിരുന്നു, ഞാനത് ചെയ്യണ്ടായിരുന്നു, എൻ്റെ കയ്യിലെ കുഴപ്പമാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചെങ്കിലും തോന്നുന്നുണ്ടോ? അതാണ് വെട്ടം. അതാണ് ജീവിതത്തിലെ വെട്ടം. അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അവർ ശരിയല്ല, അപ്പുറത്തവർ ശരിയല്ല, അവരെല്ലാവരും കുഴപ്പക്കാരാ. ആമേൻ. വി ആർ ഇൻ ഡാർക്ക്നെസ്. അതെന്താണെന്നറിയാമോ? സഹോദരനെ പകയ്ക്കുകയാണ്, അത് ഇരുട്ടിലാണ്. പക്ഷേ നമുക്കൊന്ന് കാണാൻ കഴിയുന്നെങ്കിൽ, എൻ്റെ കുറവ്, എൻ്റെ ബലഹീനത, എൻ്റെ തെറ്റ്, ആമേൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മണ്ടനെന്ന് വിളിച്ചിട്ടുള്ളത് ആരെയാണ്? ഏറ്റവും പൊട്ടനെന്ന് വിളിച്ചിട്ടുള്ളത് ആരെയാണെന്ന് ചോദിക്കാമെങ്കിൽ ഞാൻ എന്നെ തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. എന്തോ ഒരു വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ജീവിതത്തിൽ? നമ്മുടെ ജീവിതത്തിലെ വെട്ടം നമ്മൾക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? കൺവിക്ഷൻ ഓഫ് സിൻ, പാപബോധമുണ്ടാക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു മനുഷ്യന് ആദ്യം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? പാപബോധമുണ്ടാകും. പാപബോധം. അപ്പം പരിശുദ്ധാത്മാവ് വരുന്ന വെളിച്ചം, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വെളിച്ചം, ആമേൻ, പാപബോധമുണ്ടാകും. പാപബോധമുണ്ടാകുന്ന മനുഷ്യൻ അടുത്തത് എന്തായിരിക്കും ആഗ്രഹം? ആമേൻ. അവനൊരു നീതിബോധത്തിലേക്ക് തിരിയുവാനായിരിക്കാം. എന്ന് പറഞ്ഞാൽ അവന് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടാകും. ഒരു മനുഷ്യൻ്റെ അകത്ത് കൺവിക്ഷൻ ഓഫ് സിൻ ഉണ്ടെങ്കിൽ അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാവാചകം എന്തായിരിക്കുമെന്നറിയാമോ? അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവാചകം എന്നെ വിശുദ്ധനാക്കണമേ എന്നായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ആമേൻ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? കർത്താവേ എന്നെ വിശുദ്ധനാക്കണമേ, കർത്താവേ എന്നെ വിശുദ്ധനാക്കണമേ. ജീവിതത്തിൽ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എന്നെ വിശുദ്ധനാക്കണമേ? ആമേൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ട ഭയം എന്തായിരിക്കുമെന്നറിയാമോ? ഇന്നെൻ്റെ ജീവിതത്തിൽ കറ പറ്റരുതേ. ആമേൻ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ആദ്യം എഴുന്നേറ്റാൽ നമ്മൾ അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്, കർത്താവേ ഇന്ന് പകൽക്കാലം ഒരു തെറ്റും കുറ്റവും കൂടാതെ എന്നെ സൂക്ഷിക്കണേ. എൻ്റെ സഹോദരങ്ങളെ, അപ്പം നമ്മുടെ അകത്ത് കിടക്കുന്ന ഏറ്റവും വലിയ ഭയം ഏതാണെന്നറിയാമോ? ജാഗ്രത എന്താണെന്നറിയാമോ? തെറ്റും കുറ്റവും കൂടാതെ ഇരിക്കണം. ഇന്ന് വരെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കർത്താവ് ഇന്ന് എന്നെ വണ്ടി ഇടിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നില്ല? ഭയപ്പെടുന്നില്ല. പകരം നമ്മൾ എന്താ കർത്താവ് ഇന്ന് എനിക്ക് അറ്റാക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ദൈവമേ, ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും എഴുന്നേറ്റിട്ടുണ്ടോ? ഇല്ല.
അങ്ങനെ ജീവിക്കുന്നവരും കാണും. ഇന്ന് ഈ ആരാധനയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ അറ്റാക്ക് വന്ന് ചത്തുപോയേക്കും. നോ 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 നോ, നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരല്ല. ദൈവമേ ഇന്ന് എനിക്ക് അറ്റാക്ക് വരുമോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, അങ്ങനെ പറഞ്ഞല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കുറവുകളും കുറ്റങ്ങളും ഇന്നൊരു തെറ്റും കുറ്റം ഉണ്ടാകാതെ എന്നെ സൂക്ഷിക്കണമേ. ആമേൻ. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുന്ന ഒരു ഷോർട്ട് പ്രെയർ ഉണ്ടല്ലോ. എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന, അതിപ്പോൾ നമ്മൾ എത്ര നേരം പ്രാർത്ഥിച്ചാലും നമ്മൾ കട്ടിലേക്ക് കയറുമ്പോൾ അറിയാതെ ഒരു സെൻറ്റൻസ് പ്രാർത്ഥിക്കുക. അത് കുഞ്ഞിലേ തുടങ്ങി നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. അന്നേരം നമ്മൾ എന്താ പറയുന്നതെന്നറിയാമോ? കർത്താവേ ഇന്ന് പകൽക്കാലം വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിക്കണമേ. ദാറ്റ്സ് ദ ലൈറ്റ് ഓഫ് ദ ലൈഫ്. ആമേൻ. ഈഗർ ഫോർ ദ സാങ്ക്ടിറ്റി. കീപ് ദാറ്റ് ഈഗർനെസ് ഫോർ ദ സാങ്ക്ടിറ്റി. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കുറവുകളുള്ളവരാണ്. പക്ഷേ വിശുദ്ധൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കും. അപ്പം നമ്മുടെ അകത്ത് വിശുദ്ധീകരിക്കപ്പെടാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്താണെന്നറിയാമോ? നമ്മുടെ അകത്തൊരു സാങ്ക്ടിറ്റി കിടപ്പുണ്ട്. ആ സാങ്ക്ടിറ്റിയാണ് നമ്മുടെ വെളിച്ചം. സ്തോത്രം. ഡു നോട്ട് ലൂസ് ഇറ്റ്. ഡു നോട്ട് ലൂസ് ഇറ്റ്. ഡു നോട്ട് ലൂസ് ഇറ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ വെളിച്ചത്തെ പകർന്നു കൊടുക്കുക. ആ വെളിച്ചത്തെ പകർന്നു കൊടുക്കുക. ഞാൻ വേഗത്തിൽ അടുത്ത ഭാഗത്തിലേക്ക് കയറട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 53-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 22:53. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിൻ്റെ അധികാരവുമാകുന്നു. നിങ്ങളുടെ നാഴികയും ഇരുട്ടിൻ്റെ അധികാരവുമാകുന്നു. ആ വാക്യത്തെ ഞാനൊന്ന് പേഴ്സണലൈസ് ചെയ്യാം. കർത്താവ് അവിടെ പറയുകയാണ്, ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈയോങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്നെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നു. കാരണം ഇരുട്ടിൻ്റെ അധികാരമാണ്. എൻ്റെ പൊന്നു പാസ്റ്ററെ, എല്ലാ ദിവസവും ഞാൻ അതേ വഴിയാണ് പോകുന്നത്. ഒരിക്കൽ പോലും ഞാൻ അവിടെ ഒരു പാമ്പിനെ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് താണ്ടൊരു പാമ്പ്. എൻ്റെ പാസ്റ്ററെ, ഞാൻ എന്നും പോകുന്ന വഴിയല്ലേ, എത്ര വർഷമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നവനാ. പക്ഷേ അന്ന് എന്തുവാ സംഭവിച്ചതെന്നറിയത്തില്ല. വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതെന്താണ്? ഇരുട്ടിൻ്റെ അധികാരമാണ്. എൻ്റെ പാസ്റ്ററെ, ഇത്രയും നാളായിട്ട് ഞാൻ അവനെ കൊണ്ടു നടക്കുമല്ലേ, അവൻ ഒരിക്കലും എന്നോട് അങ്ങനൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ അവൻ എന്തുവാണെന്നറിയത്തില്ല, അവൻ വേറെ ഒരു സ്വഭാവമാണ് എന്നോട് കാണിച്ചത്. സ്തോത്രം. അത് ഇരുട്ടിൻ്റെ അധികാരമാണ്. എൻ്റെ പാസ്റ്ററെ, എത്ര നാളായി ഞാൻ അക്കൗണ്ട്സ് നോക്കുക, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നലെ എന്തോ സംഭവിച്ചതാണെന്നറിയത്തില്ല, എല്ലാ കണക്കും പോയി. ആമേൻ. 1 മില്യൻ്റെ കാശ് കാണുന്നില്ല. എന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഇരുട്ടിൻ്റെ അധികാരമാണ്. ഇരുട്ട് അധികാരം പിടിക്കുമ്പോൾ ആമേൻ, നോർമലായി പോയിക്കൊണ്ടിരിക്കുന്ന സംഗതികൾ പോലും എന്തായിത്തീരും? ആമേൻ, ഔട്ട് ഓഫ് കൺട്രോൾ ആയിത്തീരുന്നത് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തിൻ്റെ അടുക്കൽ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഡേഞ്ചർ സെൻസ് ചെയ്യുന്നുണ്ടോ? ആമേൻ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ സെൻസ് ചെയ്യുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ ആ ഇരുട്ടിൻ്റെ അധികാരത്തെ ബ്രേക്ക് ചെയ്യണം. പ്രവർത്താനിയ ലിഖനമ റോട്ടിയ ബരാജനം പ്രൗഢിമ ഹർപ്പനാരക ലിഖനമനം ശൈഥേനിയം പ്രഭചാരിയ Lartheme hetenia pravashmarthonia es beltenia parmahatparadia. Yes. ഈ ഇരുട്ടിൻ്റെ അധികാരം നിന്റെ ഓഫീസിൽ കയറി വരാം. ഈ ഇരുട്ടിൻ്റെ അധികാരം നമ്മുടെ സഭയ്ക്കകത്ത് കയറി വരാം. ഈ ഇരുട്ടിൻ്റെ അധികാരം നമ്മുടെ യാത്രകളിൽ കയറി വരാം. ഈ ഇരുട്ടിൻ്റെ അധികാരം നമ്മുടെ ജോലി സ്ഥലത്ത് കയറി വരാം. ഈ ഇരുട്ടിൻ്റെ അധികാരം നമ്മുടെ ജീവിതത്തിൽ എവിടെയും കയറി വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ഇരുട്ടിൻ്റെ അധികാരത്തെ ബ്രേക്ക് ചെയ്യാൻ, ബന്ധിക്കാൻ അധികാരമുള്ളവർ എത്ര പേരുണ്ട്? കണ്ണുകളെ അടച്ചതരം തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു കയറിയോട്ടെ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവാധികാരം യേശുവിന്റെ നാമത്തിൽ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം
നിസ്സാരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. പക്ഷെ അതിനകത്ത് നീ നോർമലായി ചെയ്തു പോകുന്ന ചില വിഷയത്തിൽ പോലെ നിന്നെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി നിനക്ക് ചില ബന്ധനങ്ങളും പോരുകളും ഉണ്ടാക്കി വെക്കുവാൻ ശത്രുമണ്ഡലങ്ങൾ പദ്ധതിയിടുമ്പോൾ ഇന്ന് പകൽക്കാലം ബ്രേക്ക് ദ പവർ ഓഫ് ഡാർക്ക്നെസ്, ബ്രേക്ക് ദ പവർ ഓഫ് ഡാർക്ക്നെസ്, ബ്രേക്ക് ദ പവർ ഓഫ് ഡാർക്ക്നെസ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയിൽ ജയമെടുത്ത് കയറി വരാൻ കഴിയുന്നവർ യേശുവിന്റെ നാമത്തിൽ എത്ര വർഷത്തെ പരിചയമുണ്ടെങ്കിലോ എത്ര നന്നായി ചെയ്യുന്നവനാണെങ്കിലോ ഇന്ന് പകൽക്കാലം നീ അറിയണം, ഒരു ഇരുട്ടിന്റെ അധികാരം നിന്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ യെസ്, പ്രതീക്ഷിക്കാത്ത ഇടത്ത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില പോരുകൾ നിനക്കെതിരെ അടിക്കും. എന്നാൽ ഇന്നു പകൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറുന്നവർ 2026 നോ ഡാർക്ക്നെസ് ഷാൽ പ്രിവെയിൽ മീ, ഒരു അന്ധകാരവും എന്നെ ഭരിക്കത്തില്ല, ഒരു അന്ധകാരവും എന്നെ തൊടുകയില്ല, ഒരു അന്ധകാരവും എന്റെ മേൽ ആധിപത്യം പുലർത്തുകയില്ല. ഇന്നു പകൽ പറഞ്ഞാട്ടെ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. അപ്രതീക്ഷിതമായി ചിലത് സംഭവിപ്പിക്കാൻ തക്കവണ്ണോ, പ്രതീക്ഷിക്കാതെ ചിലത് കൊണ്ടുവരുവാൻ തക്കവണ്ണോ മറഞ്ഞു കിടക്കുന്ന ഇരുട്ടിന്റെ പോരുകൾ, ദുരാത്മ ശക്തികൾ ഇന്ന് പകൽ ഈ പ്രാർത്ഥനയുടെ നടുവ് അഭിഷേകത്തിന്റെ ശക്തികൾ പൊട്ടിച്ചിതറട്ടെ, പൊട്ടിച്ചിതറട്ടെ. ഓൾ ദ പവർ ഓഫ് ആക്സിഡന്റ്, എല്ലാ അനർത്ഥത്തിന്റെ ശക്തികൾ, വാഹനാപകട ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ 2026 യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ അനർത്ഥത്തിന്റെ പിശാചുക്കളെയും ദൈവിക അധികാരത്തിൽ ഞങ്ങൾ പിടിച്ചു കെട്ടുന്നു. ആപത്തിന്റെ ശക്തികൾ, അനർത്ഥത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ പൂട്ടപ്പെടട്ടെ. അതരം തുറന്ന് ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. യെസ്, ഓൾ ദ ഡാർക്ക്നെസ് കോസിംഗ് റാഥമ പ്രവർത്താനി ഫിനാൻഷ്യൽ ലോസസ്, ഓരബ ഷർത്തേനിയ, ആപത്തിന്റെ ശക്തികൾ, അനർത്ഥത്തിന്റെ ശക്തികൾ, നിന്റെ പ്രാപ്തിയെ കെടുത്തുന്ന ശക്തികൾ, നിന്റെ പ്രവർത്തനങ്ങളെ മുടക്കുന്ന ശക്തികൾ ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ അത് പൊളിയട്ടെ, പൊളിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇന്ന് പകൽക്കാലം നീ ഒരുത്തനോടും കണക്ക് ബോധിപ്പിക്കേണ്ടി വരത്തില്ല, നീ ഒരുത്തനോടും ആമേൻ സോറി പറയേണ്ടി വരത്തില്ല, നീ ഒരുത്തന്റെ മുമ്പിലും ഫൈൻ അടയ്ക്കേണ്ടി വരത്തില്ല. ഈ 2026 ദൈവിക അധികാരത്തിൽ ഞാൻ ചിലതിനെ ക്യാൻസൽ ചെയ്യുന്നു. നീ ഒരുത്തനോട് സോറി പറയേണ്ടി വരത്തില്ലെന്നേ, നീ ഒരുത്തനോട് അപ്പോളജൈസ് ചെയ്യേണ്ടി വരത്തില്ലെന്നേ, നീ ഒരുത്തനോട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരത്തില്ലെന്നേ. പകരം ദൈവത്തിന്റെ വെളിച്ചം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം, ജയം, ജയം. കുഞ്ഞാടിന്റെ അധികാരം നിന്റെ മേൽ വീഴുന്നു, കുഞ്ഞാടിന്റെ അധികാരം നിന്നെ കവർ ചെയ്യുന്നു. ഓൾ ദ ആക്സിഡന്റൽ ഹാപ്പനിങ്സ് യേശുവിന്റെ നാമത്തിൽ അടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ അടങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് ഒതുങ്ങി പോകട്ടെ. എത്ര നിൽക്കുന്ന ദുഷ്ട വ്യക്തിത്വങ്ങളുടെ മേൽ മറഞ്ഞു കിടക്കുന്നതായ ഇരുട്ടിന്റെ പോരുകളെ ഞാൻ അങ്ങനെ അയച്ചുവിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവജനത്തിൽ നിന്ന് ഞാനത് ഊരിയെടുക്കുന്നു, ദൈവജനത്തിൽ നിന്ന് ഞാനത് ഊരിയെടുക്കുന്നു. ദൈവജനത്തിനെതിരായി വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളെ ഗദരദേശത്തെ പന്നിക്കൂട്ടത്തിലേക്ക് റീഡയറക്ട് ചെയ്തതുപോലെ ദുഷ്ട വ്യക്തിത്വങ്ങളുടെ മേൽ ഞാനതിനെ റീഡയറക്ട് ചെയ്ത് കളയുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവരാജ്യത്തിന്റെ അധികാരത്തിൽ ഈ ജനത്തിന്റെ മേൽ പതിയിരിക്കുന്ന ആപത്തുകൾ, പതിയിരിക്കുന്ന അനർത്ഥങ്ങൾ, പതിയിരിക്കുന്നതായ ഫിനാൻഷ്യൽ ലോസസുകൾ, പതിയിരിക്കുന്നതായ എല്ലാ അപ്പോളജൈസ് ചെയ്യത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ അഴിഞ്ഞു പോ.
സംധനമഹസത്തര പ്രവർത്താനി. Holy Spirit. യേശു പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞതാ. യേശു പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ വിടുതലുകൾ വെളിപ്പെട്ടതാ. യേശു പള്ളിയിൽ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടന്നതാ. പക്ഷേ ഇപ്പോൾ പള്ളിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ആമേൻ. പള്ളിയിൽ ചെല്ലാഞ്ഞിട്ട് പോലും യേശു ഇരിക്കുന്ന ഇടത്ത്, യേശു ഇരിക്കുന്ന തോട്ടത്തിൽ ചെന്ന് യേശുവിനെ പിടിക്കുക. ഓ റാസഖർദനാദിയ. എന്താ കാരണമെന്നറിയാമോ? ഒരു ഇരുട്ടിന്റെ ശക്തി അവിടെ അധികാരമെടുക്കുകയായിരുന്നു. ഇന്ന് പകൽ 2026 കാലടി വെക്കുമ്പോൾ നീ ആത്മാവിന്റെ ശക്തിയിൽ പ്രാർത്ഥിച്ചു കയറി ദൈവവൈതനെ. ഇരുട്ടിന്റെ ബലങ്ങളെ പൊട്ടിച്ചുകള ദൈവമക്കളെ. ഇന്ന് പകൽ ഒരു കാര്യത്തെ ഞാൻ ഇന്നലകളിലെ കാര്യങ്ങളെ കൺഫേം ചെയ്ത് പറയുകയാണ്. നീ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ഇന്നും നിന്റെ ജീവിതത്തിൽ അറിയാത്ത ചില കാര്യമുണ്ട്. എന്തുകൊണ്ടന്ന് അങ്ങനെ സംഭവിച്ചു? ഇന്ന് പകൽ ഒറ്റ വാക്കിൽ ഞാൻ അത് പറഞ്ഞു പൂർത്തീകരിക്കുന്നു. ആ സമയം ഇരുട്ടിൻ്റെ അധികാരമായിരുന്നു. സ്തോത്രം. നീ അങ്ങനത്തെ ഒരു വ്യക്തി അല്ലായിരുന്നു, നീ അങ്ങനത്തെ ഒരാളല്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? അതൊരു ഇരുട്ടിൻ്റെ അധികാരമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ ഇരുട്ടിൻ്റെ അധികാരം ചിലപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ സ്വാധീനിക്കാം. ഈ ഇരുട്ടിൻ്റെ അധികാരം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ സ്വാധീനിക്കാം. ഈ ഇരുട്ടിൻ്റെ അധികാരം ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയെപ്പോലും സ്വാധീനിക്കാം. സ്തോത്രം. നമ്മൾ പറയരുതാത്ത ഒരു വാക്ക് പറഞ്ഞുപോയി, നമ്മൾ പ്രതികരിക്കാത്ത ഒരു വിധത്തിൽ പ്രതികരിച്ചു പോയി, നമ്മൾ കൈ കൊടുക്കരുതാത്ത ഒരുത്തന് കൈ കൊടുത്തുപോയി. എങ്ങനെ സംഭവിച്ചു? ആമേൻ. നമ്മൾ വളരെ ആലോചിച്ച് മാത്രം ഒരു കാര്യം ഇടപെടുന്ന ആളാ. നമ്മൾ വളരെ ആലോചിച്ച് മാത്രം ഒരാളുമായിട്ട് കണക്റ്റ് ആകുന്ന ആളാ. പക്ഷേ അബദ്ധവശാൽ ഇവൻ വന്ന് പറഞ്ഞപ്പോൾ എല്ലാ കാര്യവും നമ്മൾ അങ്ങ് അപ്രൂവ് ചെയ്ത് അവൻ പറഞ്ഞതിനെല്ലാം നമ്മൾ താളം തുള്ളി. എങ്ങനെയാണ് സംഭവിച്ചത്? ഒരു ഇരുട്ടിൻ്റെ അധികാരമായിരുന്നു. ആമേൻ. ഞാനതിനൊരു വാക്യം നിങ്ങളെ കാണിക്കാം. 2 കൊരിന്ത്യർ 4:4 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ എന്താക്കിയിരിക്കുന്നു? മനസ്സിനെ ഇരുട്ടാക്കി. ആമേൻ. അപ്പം നമ്മുടെ മൈൻഡിനെ അവൻ എന്ത് ചെയ്യാൻ കഴിയുക? ഡാക്കാക്കാൻ കഴിയുക. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കയറിയാട്ട് എൻ്റെ മനസ്സ് ഇരുട്ടിൻ്റെ അധികാരത്തിന് പോകത്തില്ല. എൻ്റെ സാഹചര്യങ്ങൾ ഇരുട്ടിൻ്റെ അധികാരത്തിന് പോകത്തില്ല. എൻ്റെ കുടുംബം ഇരുട്ടിൻ്റെ അധികാരത്തിന് പോകത്തില്ല. എൻ്റെ ചുറ്റുപാടുകൾ ഇരുട്ടിൻ്റെ അധികാരത്തിന് പോകത്തില്ല. ഞാൻ ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ അവസാന പോയിന്റിലേക്ക് വന്ന് അതിൽ നിന്ന് എങ്ങനെയാണ് ഡെലിവറൻസ് എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാം. ആമേൻ. എന്താണ് ഇരുട്ടിൻ്റെ അധികാരം? സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് കടന്നു വരാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യെരമ്യാവിൻ്റെ പുസ്തകത്തിന് ശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ അവൻ്റെ കോപത്തിൻ്റെ വടി കൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. ആമേൻ. കഷ്ടം കണ്ട പുരുഷനാകുന്നു. പറഞ്ഞേ, കഷ്ടം കണ്ട പുരുഷനാകുന്നു. അപ്പോൾ യെരമ്യാവിൻ്റെ അടുക്കൽ ഞാൻ ചോദിക്കുകയാണ്, നീ കഷ്ടം കണ്ടായിരുന്നോ യെരമ്യാവ്? ആ കണ്ടായിരുന്നു. ആ കഷ്ടത്തിൻ്റെ കളർ എന്തായിരുന്നു? ആ കഷ്ടത്തിൻ്റെ വലിപ്പം എത്രയുണ്ടായിരുന്നു? അതൊന്നും എനിക്കറിയത്തില്ല. കഷ്ടത എന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു? ഇരുട്ടായിരുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, കഷ്ടത ഒരു ഇരുട്ടാണ്. ഞാൻ തിരിച്ചു പറയുകയാണ്, ഇരുട്ട് ഒരു കഷ്ടതയാണ്. അങ്ങനെയെങ്കിൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും, കഷ്ടതയുടെ അധികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ കഷ്ടതയിൽ നിന്ന് വിടുവിച്ചോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, കഷ്ടതകളെ സ്നേഹിക്കരുത്, പകരം കഷ്ടതയെ പ്രശംസിക്കാം. എനിക്ക് വന്ന കഷ്ടതയൊന്നും എന്നെ തകർത്തില്ല എന്ന് പറഞ്ഞ് കഷ്ടതകളിലും പ്രശംസിക്കാം. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പക്ഷേ കഷ്ടതയെ എന്ത് ചെയ്യരുത്? ആമേൻ. കഷ്ടതയെ ഇഷ്ടപ്പെടരുത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ കോളർ ട്യൂൺ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. വിളിക്കുന്നവർക്കെല്ലാം എന്തുണ്ടായിരിക്കും എന്നറിയാമോ? ഒരു പാട്ട് കേൾക്കാം. അപ്പം എൻ്റെ ഒരു സമയം മുഴുവനും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു
കഷ്ടതകൾ ദൈവമേയൻ അവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. തങ്ക കഷ്ടതകൾ തന്ന കഷ്ടതകളെന്നല്ല, നിങ്ങൾ പുസ്തകം നോക്കി അറിയാം. തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. അപ്പം ഇതായിരുന്നു എൻ്റെ കോളർ ട്യൂൺ. എൻ്റെ ഫോണിൽ അടിക്കുന്നതല്ല, വിളിക്കുന്നവർ കേൾക്കുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രാർത്ഥനയിലെല്ലാം ഇരുന്ന് ഞാൻ പാടി ആശ്വസിക്കുന്ന ഒരു പാട്ടായിരുന്നു ഇത്. തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. അതിൻ്റെ മറ്റു വരികളൊക്കെ നല്ലതാ. ഭക്തനായ യോബു പല കഷ്ടനഷ്ടം സഹിച്ചയ്യോ, പിന്നെ എല്ലാം ഇരട്ടിയായി നൽകിയേ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വരികളെന്ന് പറയുന്നത് ഈ കഷ്ടതകൾ എന്നെ അവകാശമല്ല എന്ന്. എന്നെ പലപ്പോഴും വിളിക്കുന്ന ഒരു പഴയ ഒരു ദൈവദാസൻ ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിനക്കെന്നും ഈ കഷ്ടതയുടെ പാട്ടേ ഉള്ളൂ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് ചിരിച്ചു വെച്ചു. 2-3 ആഴ്ച കഴിഞ്ഞ് വേറൊരു ആവശ്യത്തിന് പുള്ളി എന്നെ പിന്നെയും ഫോൺ ചെയ്തു. ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു, നീ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ദെൻ ഐ വാസ് എംബ്രേസിങ് ദ സഫറിങ്. ഇല്ല, പുതപ്പ് പിടിച്ചവനെ പോലെ ഞാനും കരടി എന്നെ വിട്ട് ഞാൻ വിട്ടിട്ട് എന്നെ വിട്ടു പോകാതെ ഞാനും കഷ്ടതയും തമ്മിൽ എന്തായിരുന്നു അറിയാം? ഒരു ഭയങ്കര ദൃഢബന്ധമായിരുന്നു. സ്തോത്രം. എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു കഷ്ടത. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ, കുറേ എൻ്റെ മിസ്കൺസെപ്ഷൻസിനെ കുറേ പുള്ളി ക്ലിയർ ചെയ്ത് കളഞ്ഞു. അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു, നീ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ്. ഞാൻ അവിടെ ഇരുന്ന് ആ കോളർ ട്യൂൺ ക്യാൻസൽ ചെയ്തു. അന്ന് മാസം 20 രൂപയാണ് ഒരു കോളർ ട്യൂൺ. ഞാൻ 20 രൂപ ഇട്ട് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുക. ഞാൻ 20 രൂപ എടുത്ത് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുക, കഷ്ടതകൾ എൻ്റെ അവകാശമാണ്. ഞാൻ ഈ നാട്ടുകാരെ മൊത്തം കഷ്ടത എൻ്റെ അവകാശമാണെന്ന് പാടി കേൾപ്പിച്ച കഷ്ടത എന്നെ വിട്ടു പോകൂ. അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ഭാഗമാണ്, എന്നെ തകർത്തിയിടാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതമെന്നിൽ സമ്പൂർണമാക. തകർത്ത് നോക്കണം, അന്നേരം അറിയാം. പുത്രനെ തകർക്കാൻ പിതാവിന് ഇഷ്ടം തോന്നി. എന്തിന്? സഭയെ പണിയാൻ. പക്ഷേ എന്നെയും നിങ്ങളെയും തകർക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. We should have a knowledge about the mind of Christ. കർത്താവിന് നമ്മളെ തകർക്കാൻ മനസ്സുണ്ടോ? കർത്താവിന് നമ്മളെ തകർക്കാൻ മനസ്സുണ്ടോ? ഇല്ല. അതിൻ്റെ ആദ്യത്തെ വരി എന്താണെന്നറിയാമോ? നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള. അപ്പം ദൈവഹിതം എന്താണ്? നന്മയാണ്, പൂർണ്ണതയാണ്, പ്രസാദമാണ്. എന്നെ തകർക്കുന്നത് അല്ല. ഇത് എഴുതിയ ആളിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കഠിനമായ പരിശോധനയിലാണ് അദ്ദേഹം എഴുതിയത്. അവസാനം പറഞ്ഞതുപോലെ ഈ അപ്പച്ചൻ്റെ അവസാന കാലമൊക്കെ എന്തൊരു കഷ്ടമായിരുന്നു അറിയാമോ? അപ്പച്ചൻ്റെ അവസാന സമയമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാലക്കാട്ട് കിടന്ന ഈ അപ്പച്ചൻ, പി അപ്പച്ചൻ മരിക്കുന്നത് അവസാന സമയത്ത്, പാലക്കാട്ടും ചെന്നൈയിലുമായിട്ടാണ്. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഞാൻ എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ ആവർത്തിച്ച് പറയുകയാണ്, സ്തോത്രം, കഷ്ടതകളെ എംബ്രേസ് ചെയ്യരുത്. ആമേൻ. ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനത്തിലേക്ക് വരാം. നമ്മളെപ്പോഴും പറയും, ഏത് മരണ വീട്ടിൽ ചെന്നാലും നമ്മൾ പറയും, സ്തോത്രം, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആര് പറഞ്ഞതാണ്? ഇയ്യോബ് പറഞ്ഞതാണ്. ആമേൻ. നിങ്ങളെല്ലാവരും ആ വാക്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇയ്യോബിൻ്റെ വീട്ടിൽ നിന്ന് ദൈവം എന്തെടുത്തു? ഇയ്യോബിൻ്റെ വീട്ടിൽ നിന്ന് ദൈവം എന്തെടുത്തു? മക്കളെ, ഈ ദൈവമാണോ എടുത്തേ? അല്ല. മരുഭൂമിയിൽ നിന്നൊരു കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയ്ക്ക് അടിച്ചു. ആരാ കാറ്റിനെ വിളിച്ചു വരുത്തിയത്? പിശാച്. ആടിനെ ശെബായർ കൊണ്ടുപോയി, കഴുതകളെ കൽദയർ കൊണ്ടുപോയി, ഒട്ടകങ്ങളെ കള്ളന്മാർ മോട്ടിച്ചുകൊണ്ട് പോയി, ആടുകളെ കന്നുകാലികൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി കത്തിച്ചു. ഇത് വല്ലതും ദൈവം എടുത്തതാണോ? നമ്മളിത് പറയുമ്പം സ്വർഗത്തിൽ നിന്ന് ദൈവം ഇപ്പുറത്തിരുന്ന് പറയും, കുഞ്ഞ്, ഞാൻ നിൻ്റെ വീട്ടിൽ നിന്നൊരു മൊട്ടുസൂചി പോലും എടുത്തിട്ടില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനും ആരെയും ദോഷങ്ങളാൽ
പരീക്ഷിക്കാത്തവനുമാകുന്നു. ദോഷങ്ങൾ ആകയാൽ കഷ്ടതയിൽ പരീക്ഷിക്കപ്പെടുന്നവൻ ആരും താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. അപ്പോൾ പരീക്ഷിക്കപ്പെടുന്നവൻ എന്ത് ചെയ്യരുത്? ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. പകരം പരീക്ഷകൻ എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു പോയെന്നും നിങ്ങളുടെ വിശ്വാസം നഷ്ടമായി പോയോ എന്നും ഞാൻ ആദിപൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരികയാണ്. അപ്പോൾ പരീക്ഷകൻ ആരാണ്? യേശുവല്ല, അവൻ പിശാചാണ്. ആകയാൽ അമേൻ അമേൻ നമ്മുടെ പല 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 വിഷനുകൾ തെറ്റിപ്പോകുന്നതാണ് ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ. ആകയാൽ കഷ്ടതയുടെ ഇരുട്ടിനകത്ത് നമ്മൾ കീഴ്പ്പെട്ടു പോകരുത്. ഈ കഷ്ടതയുടെ ഇരുട്ടിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ വേഗത്തിൽ പൂർത്തീകരിക്കട്ടെ. സ്തോത്രം. 88-ാം സങ്കീർത്തനം, 88-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാമോ? 88-ാം സങ്കീർത്തനം 18-ാം വാക്യം. സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു, എൻ്റെ പരിചയക്കാർ അന്ധകാരമത്രേ. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയട്ടെ, അവൻ എന്നോട് പിണങ്ങി, ഇവൻ എന്നോട് പിണങ്ങി, ആ സഭക്കാരെന്നോട് പിണങ്ങി, ഈ വീട്ടുകാരെന്നോട് പിണങ്ങി. ജീവിതത്തിൽ നീ വല്ലാതെ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ ഡാർക്ക്നെസ് ഈസ് റൂളിങ് ഓവർ യു. ഡാർക്ക്നെസ് ഈസ് റൂളിങ് ഓവർ യു. അമേൻ. നിനക്ക് എവിടെ ചെന്നാലും ഒരു ഒന്ന് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല. അമേൻ. എവിടെ ചെന്നാലും ആര് പ്രസംഗിക്കാൻ കയറിയാലും നിനക്ക് അവനോടങ്ങ് കലിപ്പ് കയറുക. ആര് പ്രാർത്ഥിക്കുന്ന കേട്ടാലും നിനക്ക് കലിപ്പ് കയറുക. നിനക്ക് ആരുമായിട്ടും അങ്ങോട്ട് കണക്റ്റ് ആകാൻ കഴിയുന്നില്ല. നീ ജീവിതത്തിൽ സെൽഫ് സെക്ലൂഡ് ചെയ്ത് അവസാനം നീ ഒരു ലോൺലിനെസ്സിലേക്ക് പോവുകയാണ്. നീ ഒറ്റപ്പെട്ടു പോകുന്നെങ്കിൽ ജീവിതത്തിൽ ബന്ധങ്ങളെ തകർക്കുന്നത് ആരാണെന്നറിയാമോ? അന്ധകാരമാണ്, ഇരുട്ടാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പക ഇരുട്ടാണ്. എന്നാൽ പകയെക്കാട്ടിലും കഠിനമായ ഒരു ഇരുട്ടാണ് എന്തെന്നറിയാമോ? നമ്മളെ ഒറ്റപ്പെടുത്തി കളയുന്ന ഇരുട്ട്. ഇന്ന് പകൽക്കാലം നീ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനയ്ക്കകത്തൂടെ പോവുകയാണെങ്കിൽ ഒരു ഇരുട്ട് നിൻ്റെ മേളുണ്ട്. ശാസിക്ക ഇരുട്ടിനെ. ഇരുട്ട് മാറുമ്പോൾ ബന്ധങ്ങൾ റിസ്റ്റോർ ചെയ്യപ്പെടുന്നത് കാണാൻ കഴിയും. ഇരുട്ട് മാറുമ്പോൾ ബന്ധങ്ങൾ റിസ്റ്റോർ ചെയ്യപ്പെടുന്നത് കാണാൻ കഴിയും. സ്നേഹവും ഐക്യതയും ഉളവാകുന്നത് കാണാൻ കഴിയും. ആമേൻ. ആർക്കും ഒരു വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഒറ്റപ്പെടുത്താൻ കഴിയത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, പുറത്ത് ഇരുട്ടും അകത്ത് വെളിച്ചവും. പൗലോസിൻ്റെ അടുക്കൽ കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടിയിട്ട് പറഞ്ഞു, ആമേൻ, നിങ്ങളെല്ലാം കൂടി ഇനിയും കാരാഗ്രഹത്തിൽ കിടക്കണ്ട, എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളാൻ. കണ്ടോ, ശത്രുവായിരുന്ന കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ചു. കാരണം പൗലോസിൻ്റെയും ശീലാസിൻ്റെ അകത്ത് എന്തോ ഉണ്ടായിരുന്നോ? വെളിച്ചമുണ്ടായിരുന്നോ? ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വെളിച്ചവുമായിട്ട് മടങ്ങിപ്പോകുവേൻ. ആമേൻ. റിസ്റ്റോറേഷൻ ഓഫ് റിലേഷൻസ് 2026 ഞാൻ എന്നിൽ കിടക്കുന്ന പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, റിലേഷൻസ് ഷാൽ ബി റിസ്റ്റോർഡ്. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. ആമേൻ. ഞാൻ 4 വാക്യങ്ങളെ പറഞ്ഞ് പൂർത്തീകരിക്കാം. 5 വാക്യങ്ങളെ പറഞ്ഞ്. എൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് വരും. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, കഷ്ടതയോട് സമരസപ്പെടരുത്. പകരം എന്ത് ചെയ്യണം? എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്. എഫെസ്യ ലേഖനം 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും, റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകം പുറപ്പെടുവിക്കുന്ന ഇരുട്ടിന് ചില റൂളർഷിപ്പുണ്ട്. കണ്ടോ, അതിനെ വിശദീകരിക്കുന്നില്ല ഞാൻ. പക്ഷേ ഒറ്റ വാക്ക് ഞാൻ പറയുകയാണ്, യു ഷുഡ് റെസിൽ അഗെയിൻസ്റ്റ് ദ ഡാർക്ക്നെസ് ആൻഡ് ദ റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ്. ആമേൻ. വി ഷുഡ് നോട്ട് കോംപ്രമൈസ് വിത്ത് ഡാർക്ക്നെസ്, ബട്ട് വി ഷുഡ് റെസിൽ അഗെയിൻസ്റ്റ് ഡാർക്ക്നെസ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കഷ്ടതയുടെ ഇരുട്ടാകട്ടെ, അനർത്ഥത്തിൻ്റെ ഇരുട്ടാകട്ടെ, ഏകാന്തതയുടെ ഇരുട്ടാകട്ടെ, അപമാനത്തിൻ്റെ ഇരുട്ടാകട്ടെ, അസമാധാനത്തിൻ്റെ ഇരുട്ടാകട്ടെ, രോഗത്തിൻ്റെ ഇരുട്ടാകട്ടെ, പാപത്തിൻ്റെ ഇരുട്ടാകട്ടെ, ഏത് ഇരുട്ടായിരുന്നാലും നീ ആ ഇരുട്ടിനോട്, ഇരുട്ടിൻ്റെ അധികാരിയോട് എന്ത് ചെയ്യണം? എതിർത്ത് നിന്ന് അതിനെ തോൽപ്പിക്കണം. ഞാൻ ഇരുട്ടിന് കീഴടങ്ങത്തില്ല, ഞാൻ ഇരുട്ടിനെ തോൽപ്പിക്കും. റെസിൽ, ഡു നോട്ട് കോംപ്രമൈസ് വിത്ത് ഡാർക്ക്നെസ്, ബട്ട് റെസിൽ അഗെയിൻസ്റ്റ് ദ ഡാർക്ക്നെസ്. ആമേൻ. കർത്താവ് എങ്ങനെയാണ് നമ്മളെ ഇരുട്ടിൽ നിന്ന് വിടുവിക്കുന്നത്? ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവം എന്ത് ചെയ്തു? 2-ാം വാക്യത്തിൽ, 3-ാം വാക്യത്തിൽ, 4-ാം വാക്യത്തിൽ, സ്തോത്രം, അവിടെ പറയുകയാണ്, ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർപിരിച്ചു, സെപ്പറേറ്റ് ചെയ്യും. ദൈവം ഇരുട്ടിനെ തോൽപ്പിക്കുന്നത് ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർപിരിച്ചാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിൻ്റെ സൊസൈറ്റിക്കകത്ത്, നിൻ്റെ ചർച്ചിനകത്ത്, നിൻ്റെ ഫാമിലിക്കകത്ത്, നിൻ്റെ ജോലി സ്ഥലത്ത് ഒരു ഇരുട്ട് പരത്തുന്ന ഒരാളുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും?
പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ. സെപ്പറേറ്റ് ചെയ്യും ദൈവം. ജലതിനെ സെപ്പറേറ്റ് ചെയ്യും ദൈവം. ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർപിരിച്ചും. ഈ 2026 ഇരുട്ട് പരത്തുന്ന ചില സംഗതികളെ ദൈവം മുറിച്ചു കളയും. ആമേൻ. ദൈവം നിന്റെ അടുക്കൽ ചില വ്യക്തികളെ കുറിച്ച് വ്യക്തമായി പറയും, സെറ്റ് എ ബൗണ്ടറി. ചിലരെ നീ ബൗണ്ടറി ഇട്ട് അകറ്റി നിർത്തും. ഇരുട്ടുകൾ നിന്റെ വീട്ടിൽ കയറത്തില്ല. ബി സെപ്പറേറ്റഡ് ഫ്രം ദ ഡാർക്ക്നെസ്. ദാറ്റ്സ് ദ പവർ ആൻഡ് ദാറ്റ്സ് ദ സ്ട്രാറ്റജി ഓഫ് ഗോഡ്. ഒന്ന്, ഇരുട്ടിനെ ദൈവം സെപ്പറേറ്റ് ചെയ്യും. 2 പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം എന്ത് ചെയ്യുകയാണ്? വിളിച്ചുകൊണ്ട് വരികയാണ്. ഇരുട്ടിൻ്റെ അവസ്ഥയ്ക്കകത്തുനിന്ന്, ആ റൂളർഷിപ്പിനകത്തുനിന്ന്, ആ ടെറിട്ടറിക്കകത്തുനിന്ന് ദൈവം എന്ത് ചെയ്യുകയാണ്? വെളിച്ചത്തിലേക്ക് വരികയാണ്. ഒന്ന്, ദൈവം ഇരുട്ടിനെ മാറ്റും. 2, നമ്മളെ ഇരുട്ടിൽ നിന്ന് മാറ്റും. 1, ഇരുട്ടിനെ മാറ്റും. 2, ഇരുട്ടിൽ നിന്ന് നമ്മളെ മാറ്റും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ ആയിരിക്കുന്ന ഇടം നിന്നെ ഇരുട്ടിൻ്റെ കഷ്ടതയ്ക്കകത്തേക്ക്, രോഗത്തിൻ്റെ ഇരുട്ടിനകത്തേക്ക്, സങ്കടത്തിൻ്റെ ഇരുട്ടിനകത്തേക്ക് നിരന്തരം കൊണ്ടുപോവുകയാണെങ്കിൽ യേശു നിന്നെ വിളിക്കുകയാണ്, അത്ഭുത പ്രകാശത്തിലേക്ക് വാ, അത്ഭുത പ്രകാശത്തിലേക്ക് വാ. നീ ഇരുന്ന് പറയുന്നത് എന്താണെന്നറിയോ? കർത്താവേ, ഇവിടുത്തെ ഇരുട്ട് മാറ്റാ, ഇരുട്ട് മാറ്റാ, ഇരുട്ട് മാറ്റാ. കർത്താവ് അവിടുത്തെ ഇരുട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കർത്താവ് പറയാം, ഇവിടെ ഫുൾ ലൈറ്റ് ഇട്ടിരിക്കുന്ന ഒരു മുറിയുണ്ട്, വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി വരാൻ. ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം വിളിക്കുകയാണ്. ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒരു അവസ്ഥ മാറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ അവസ്ഥയ്ക്കകത്തുനിന്ന് പുറത്തു വരണം. 1, കർത്താവ് ഇരുട്ടിനെ സെപ്പറേറ്റ് ചെയ്യും. 2, കർത്താവ് ഇരുട്ടിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരും. 3, സ്തോത്രം, 18-ാം അധ്യായം 28-ാം വാക്യം, 18-ാം സങ്കീർത്തനം 28-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നമ്മൾ അന്ധകാരമെന്ന് പറയുന്ന വിഷയം ദൈവം എന്താക്കി തീർക്കും? പ്രകാശമാക്കി തീർക്കും. 4-ാമത്തെ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, വെളിച്ചം ഇരുട്ടിനകത്ത് പ്രകാശിക്കും. വെളിച്ചം ഇരുട്ടിനകത്ത് പ്രകാശിക്കും. ഒരു മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് ദൈവം വിടുവിക്കുന്നത് 4 വിധത്തിലാണ്. 1, ഇരുട്ടിനെ ദൈവം കട്ട് ചെയ്യും, ഇരുട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക. 2, ദൈവം സ്തോത്ര ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. 3, ഇരുട്ടിനെ ദൈവം ശാസിച്ച് ആ ഇരുട്ടിനെ ദൈവം എന്താക്കി തീർക്കുക? പ്രകാശമാക്കും. ഇരുൾ പ്രഭാതം പോലെയാകുക, അർദ്ധരാത്രി നട്ടുച്ച പോലെ പ്രകാശിക്കുക. ദൈവം അവസ്ഥകളെ മാറ്റുക. 4, സ്തോത്രം, 4 എന്ത് ചെയ്യും? ദൈവം ആ ഇരുട്ടിനകത്തേക്ക് ഒരു വെളിച്ചത്തെ കൊണ്ടുവെക്കുക. അത് ദൈവത്തിൻ്റെ വചനമാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായിരുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മെസ്സിയാനിക് ലൈറ്റ്, മിശിഹ എന്ന വെളിച്ചത്തെക്കുറിച്ച് പറയുകയാണ്. ഇരുട്ട് അവിടെ പ്രകാശിച്ചു എന്ന് യെശയ്യാ 9:2 പറയുകയാണ്. അവൻ വെളിച്ചമായി വന്നു, ഇരുട്ടിനകത്ത് ജ്യോതിസ് പോലെ പ്രകാശിച്ചു കയറുകയാണ്. ഇന്ന് പകൽക്കാലം കണ്ണുകളെ അടച്ചാട്ടെ. ആമേൻ. ഞാൻ ഈ 2 ദിവസമായി പറയുന്ന മേഖലകൾക്കകത്ത് ചില വിഷയങ്ങൾ നിങ്ങളെ തൊട്ടിട്ടുണ്ട്, എനിക്കറിയാം. ആമേൻ. ജീവിതത്തിലെ ഇരുട്ടുകൾ, ഇതിലെ എല്ലാ ഇരുട്ടുകളും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല, പക്ഷേ ചില ഇരുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ഇരിക്കുന്നത് യേശു അപ്പച്ചൻ്റെ മുമ്പിലാണ്, കർത്താവ് അപ്പച്ചൻ്റെ പാദത്തെങ്കിലാണ്, നിങ്ങളുടെ പിതാവിൻ്റെ അരികിലാണ്. അവൻ ഇങ്ങനെ പറയുകയാണ്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയാണ്. അങ്ങനെ ഇരുട്ടിൽ നിന്ന് ഒരുത്തൻ പുറത്തു വന്നാൽ അവൻ പിന്നെ എന്ത് ചെയ്യോ? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ പോകാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയെ ആമേൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഈ അബല ഹർപ്പനാദിയ കർത്താവേ, എന്നിൽ എവിടെ ഒരു ഇരുട്ട് വ്യാപരിക്കുന്നെങ്കിലോ, എൻ്റെ ജീവിതത്തിൽ എവിടെ ഒരു ഇരുട്ട് അധികാരം പുലർത്തുന്നെങ്കിലോ, ഈ പ്രാർത്ഥനയുടെ നടുവിൽ, ഈ ആരാധനയുടെ നടുവിൽ ആ ഇരുട്ടിൻ്റെ മേലൊരു അധികാരം എനിക്ക് തരണമേ. ആ ഇരുട്ടെന്നെ കീഴടക്കല്ലേ, ഇരുട്ടെന്നെ പിടിച്ചടക്കല്ലേ, ഇരുട്ടെന്നെ തോൽപ്പിക്കരുതേ. ഇന്ന് പകൽക്കാലം എത്ര പേർ അത് വിശ്വസിക്കുന്നു? എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം അധരം തുറന്ന് പ്രാർത്ഥിച്ചു കയറിയട്ടെ. കൃപ ലഭിച്ച ദൈവമക്കൾ മാത്രം, കൃപ ലഭിച്ചവർ മാത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയട്ടെ. സകല ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളോ, സകല ഇരുട്ടിൻ്റെ അവകാശങ്ങളോ, സകല ഇരുട്ടിൻ്റെ ദൂതന്മാരും, സകല ഇരുട്ടിൻ്റെ പ്രവർത്തികളോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ അഴിഞ്ഞു മാറട്ടെ. അധരം തുറന്ന് ശബ്ദമുയർത്തി അന്യഭാഷകളിൽ ശക്തിയായി പ്രാർത്ഥിച്ചു കയറി വന്നാട്ട്. രമപ്രഭ ശർദ്ധന പ്രഭർ തലഘടകം ശർദ്ധനാദിയാദര. വെളിച്ചങ്ങൾ വീശുന്നു,
അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു. ഓ, കരമടിച്ച് ശക്തിയോടെ ഈ 2006 ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം ശബലംബേ രഗജാദാരേ രംബേ രഗജാദാരേ അർപ്പേ രഗസാദരേ രംബേ രഗജേ ഗീരേ രഗജാരേ ദൂരേ സമ്മേ രഗദേ വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു, ആ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു. ഈ 2026 ഒരു ഇരുട്ടും എന്നെ തൊടത്തില്ലെന്ന്, ഒരു ഇരുട്ടിന്റെ ശക്തിയും എന്നെ തൊടത്തില്ലെന്ന് വെളിച്ചങ്ങൾ